ചിന്തയ്ക്ക് ആധാരമായി ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 14-15 ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് കടക്കാം. For today's meditation we'll read from Judges chapter 1 verse 14 and 15. അവൾ വന്നപ്പോൾ തൻ്റെ അപ്പനോട് ഒരു വയൽ ചോദിക്കുവാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്കെന്തു വേണം എന്ന് ചോദിച്ചു. അവൾ അവനോട് ഒരനുഗ്രഹം എനിക്ക് തരണമേ, നീ എന്നെ തെക്കേ നാട്ടിലേക്കല്ലോ കൊടുത്തത്, നീരുറവുകളും എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. Now it happened when she came to him that she urged him to ask her father for a field, and she dismounted from her donkey, and Caleb said to her, what do you wish? She said to him, give me a blessing. Since you have given me land in the south, give me also springs of water. And Caleb gave her the upper springs and the lower springs. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകളെ കൊടുത്തു. Caleb gave her springs in the upper and the lower part. നമുക്കറിയാം, വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ ദൈവം കരങ്ങളിലെടുത്ത അനേക അഭിഷക്തരെ നമുക്ക് കാണാൻ കഴിയും. When we read through the word, we can see God lifted up some people in his own hands. ആരെല്ലാം ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ അവരെല്ലാവരും അചഞ്ചലമായ വിശ്വാസത്തിന്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിന്റെ ഉടമകളായിരുന്നു. And all who were used by the Lord were part of unwavering faith in the Lord. അവരുടെ ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തികളിലും അവരെടുക്കുന്ന തീരുമാനങ്ങളിലും അവർ നയിച്ച ജീവിത ശൈലിയിലുമെല്ലാം അവർ വലിയ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തി ദൈവത്തിൽ അചഞ്ചലമായി വിശ്വസിച്ചുകൊണ്ട് അവർ മുൻപോട്ട് പോയവരാണ്. They, in their lifestyle, in their deeds and everywhere, they did great faith proclamations and had unwavering faith in their life. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നാം ദൈവവചനത്തിന്റെ മുൻപാകെ ആയിരിക്കുമ്പോൾ നാം ഓർക്കണം, അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളായി ദൈവത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് അസാധാരണമായ ചിലത് പ്രാപിപ്പാൻ കഴിയുള്ളൂ. Today, while we are before the word of the Lord, we should also understand if we have that strong and unwavering faith, only then we can proceed forward with great things. ദൈവവചനത്തിൽ പ്രത്യേകമായി പറയുന്നു, വിശ്വാസം കൂടാതെ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. It clearly says in the word, without faith it is impossible to please God. പൗലോസ് ശ്ലീഹ തന്റെ വെളിപ്പാടിൽ എഫെസ്യ ലേഖനത്തിലൂടെ പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ദൈവശക്തി വ്യാപരിക്കുന്നത് എന്ന്. Paul in Ephesians says it is for people who believe that the power of the Holy Spirit is manifested. നമ്മുടെ യേശു കർത്താവ് തന്റെ പഠിപ്പിക്കലിൽ പ്രത്യേകമായി എടുത്തു പറയുന്നു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക. And in teachings of Jesus also, Jesus says, believe in me. അപ്പോൾ വിശ്വാസം കൂടാതെ അസാധാരണമായ ദൈവപ്രവൃത്തിയെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ കഴിയില്ല. Therefore, without faith, we cannot see extraordinary deeds in our lives. ആകയാൽ ഈ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ തന്നെ ഓർപ്പിക്കട്ടെ, ദൈവമേ, അസാധാരണമായ വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ, വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി ഉറച്ചു നിൽപ്പാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Therefore, in the beginning of this service, let us be with a prayer to grant us an extraordinary faith where we stand firm in that faith always. ആ പ്രാർത്ഥനയിലൂടെ ദൈവം തന്റെ സാന്നിധ്യം, തന്റെ ശക്തി അവൻ നമ്മുടെ മേൽ പകരുവാൻ തക്കവണ്ണം ഇടയായി തീരും. And through that prayer, God will transfer his power and his presence in our midst. നമുക്ക് ബലം നൽകുന്നത് പോലെ, സൗഖ്യം നൽകുന്നത് പോലെ, ശക്തി പകരുന്നത് പോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെയും അവൻ വർദ്ധിപ്പിക്കും. And like he gives us power and strength, he also increases our faith. സാധാരണയായി നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്തതും ദൈവത്തിലുള്ളതുമായ കാര്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. And through that faith we can see things which are naked I cannot see through the Lord. നമ്മുടെ സാധാരണയായ ഹ്യൂമൻ നഗ്ന നേത്രങ്ങൾ, നാച്ചുറൽ ആയിട്ടുള്ള കണ്ണുകൊണ്ട് നമുക്ക് കാണുന്നതിനെല്ലാം പരിമിതികളുണ്ട്. There are limitations what our human eyes can see. ആ സൈറ്റ് അല്ല വിശ്വാസത്താലുള്ള കാഴ്ചപ്പാട്. That sight is not by the faith. അതുകൊണ്ടാണ് പാട്ടുകാരൻ പോലും പാടുന്നത്, കാഴ്ചയാലേ അല്ല വിശ്വാസത്താലേ അത്രേ. That is why the singer sings, we live by faith not by sight. അതുകൊണ്ട് തന്നെ നാം വിശ്വാസത്തിന്റെ വലിയ കാഴ്ചപ്പാടുകളെ പ്രാപിക്കുവാനായിട്ട് നാം തയ്യാറാകണം. Therefore, let us be eager to receive revelations through faith in our life. ഇന്നിന്റെ ലോക സാഹചര്യങ്ങൾ, ചുറ്റുപാടുകൾ, നമ്മുടെ മുൻപിൽ നിൽക്കുന്ന പർവ്വത സമാനമായ വെല്ലുവിളികൾ, ഇവയൊക്കെ നോക്കുമ്പോൾ ഒരുപക്ഷേ നമ്മുടെ മനസ്സ്
തണുത്തുറഞ്ഞ ഒരവസ്ഥയിലാകാൻ സാധിക്കും. Today, the world circumstances and everything around us, our faith can be cool or cold. അവിടെയാണ് ദൈവത്തിലുള്ള വിശ്വാസത്തിലൂടെ നമുക്ക് ദൈവത്തിലുള്ള കാര്യങ്ങളെ കാണാൻ കഴിയുന്നത്. That is where our faith in the Lord can help us three things through the Lord. ഇന്ന് പ്രഭാതത്തിലെ ആരാധനയിലും കോയിൻസിഡന്റലായിട്ട് ആ പാട്ട് തന്നെയാണ് വന്നത്. Today in the morning worship, it was that coincidence. വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നുള്ള പാട്ടാണ്. Increase our faith. That ഇത് പൽക്കാലം ആ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. And let us be with that prayer today in the daytime. കാലേബ് തന്നെ വേദപുസ്തകത്തിൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള അൺവേവറിംഗ് ഫെയ്ത്ത് ഡിസ്പ്ലേ ചെയ്ത. You know, Caleb is one person who was very stable and who displayed unwavering faith. വേദപുസ്തകത്തിലെ എല്ലാ പ്രവൃത്തികളും വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ടാണ് അഭിഷക്തർ നിന്നതും ദൈവപ്രവൃത്തി കണ്ടതും. And in the word of God we see everyone did great deeds only through their faith in the Lord. എന്നാൽ ഇസ്രായേൽ മക്കളുടെ കനാനിലേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ ഏറ്റവും ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള വിശ്വാസത്തിന്റെ അതേ പ്രവൃത്തികൾ വാക്കുകൾ കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും വെളിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് കാലേബ്. But in the journey of Israelites to Canaan, Caleb was someone who was outstanding in his deeds and in his faith life. നമുക്ക് വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ളതായ ഇമ്പാക്റ്റ് ആണ് അതിനുള്ളത്. If we have weak or less faith, it will have multiple impacts in our life. നമുക്ക് വിശ്വാസമില്ലെങ്കിൽ നമുക്ക് മാത്രമല്ല നഷ്ടമുണ്ടാകുന്നത്. If we don't have faith, the loss is not just ours. പിന്നെയോ നമ്മുടെ കൂടെ സഹകരിക്കുന്നവരും നാമുമായിട്ട് ഇടപെട്ട് നിൽക്കുന്നവരും ഒക്കെ വിശ്വാസത്തിൽ തളർന്നു പോവുകയും ദൈവപ്രവൃത്തിയെ കാണാൻ കഴിയാത്ത അവസ്ഥകളുമുണ്ട്. But it also affects the people who travel with us or who deal with us. They can also get weakened. നിങ്ങൾ ഒരുപക്ഷെ ചോദിക്കും, അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? You might ask, how is that possible? എനിക്കിപ്പം വിശ്വാസമില്ലെങ്കിൽ എനിക്കല്ലേ പോരായ്മ ഉണ്ടാകത്തുള്ളൂ. If I have less faith, it is a loss for me. വിശ്വാസമുള്ളവരെ കൊണ്ടാണ് ദൈവം ലോകത്തിൽ തന്റെ പ്രവൃത്തി ചെയ്യുന്നത്. And it is only people who have faith God uses to do great things. നമുക്കറിയാം, കാലേബ് വളരെ എനർജറ്റിക് ആയി വളരെ ആക്റ്റീവായി ഇസ്രായേലിന്റെ പ്രയാണത്തിൽ നിന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു. We know Caleb was an energetic and active young man when he began the journey of Israel. പക്ഷേ തന്റെ എനർജിയും തന്റെ ബലവും കാലിബറും എല്ലാം ദൈവത്തിന്റെ പ്രവർത്തികളെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി സ്റ്റാൻഡ് ബൈ ആയിരുന്നു എന്നുള്ളത് നാം മറക്കരുത്. But we should not forget that he used his energy and caliber to bring the work of the Lord on this earth. നമുക്ക് തരുന്നതായ കാലിബറും സ്ട്രെങ്തും സ്റ്റാമിനയും ടാലന്റും എല്ലാം ദൈവപ്രവൃത്തിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിന് മുഖാന്തരമായി മാറണം. The talents, the strength and caliber we have should be used as mediums for the work of God to be manifested on this earth. കാരണം ഇത് നമുക്ക് മാത്രമല്ല, ഇത് മറ്റനേകർക്കും പ്രയോജനമായി മാറുവാൻ വേണ്ടിയുള്ളതാണ്. Because these are not just for us, but it should be a blessing for many others. നാം ഇത് ധ്യാനിക്കുമ്പോൾ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം, എനിക്കും മാത്രമല്ല എന്നോട് കൂടെയുള്ളവർക്കും എൻ്റെ വിശ്വാസ ജീവിതം, ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം ഒരു ബ്ലെസ്സിംഗ് ആയി തീരണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. Let us continue to pray that everything you have given me, my faith and everything, let it be a blessing for the people with me also. ഇന്ന് പൽക്കാലം ഈ ശുശ്രൂഷയിൽ നിങ്ങൾ ആരും മൗനമായിരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. Let us not be silent in this service now. നിങ്ങൾ അധരങ്ങൾ തുറന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവപ്രവൃത്തിക്കായി കാത്ത് ഇരിക്കണം. Let us open our lips and keep praising God and waiting എൻ്റെ for God. പ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ് എന്നുള്ള പ്രഖ്യാപനത്തോടിരിക്കുക. Let us proclaim that my work is going to be manifested by എൻ്റെ God. ദൈവം എന്നോട് സംസാരിക്കുക മാത്രമല്ല, വളരെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ചില പ്രവൃത്തികൾ എനിക്ക് വേണ്ടി അവൻ ചെയ്യാൻ പോകുകയാണ് എന്ന് അധരം കൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കട്ടെ. Let us confess with our lips that God is not just going to speak to me but doing great things in my life today. നമുക്കറിയാം, കാലേബ് ഇസ്രായേൽ മക്കളുടെ ആ യാത്രയിൽ അതിനിർണായകമായ സ്ഥാനത്ത് തന്റെ വിശ്വാസത്തെ പ്രഖ്യാപനം മാത്രമല്ല അതിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ്. We know Caleb in the most critical part of the journey of Israel stood for the Lord and proclaimed his faith for the Lord. ഇവിടെ താന് ഒറ്റുകാരായി അവരെ സ്പൈസ് ആയിട്ട് അയച്ച 10 പേരുണ്ടായിരുന്നു. Here there were 10 people who were sent as spies. നിങ്ങൾക്കറിയാം, ആ 10 പേരിൽ മെജോറിറ്റിയും 8 പേരും നെഗറ്റീവായിട്ടാണ് സംസാരിച്ചത്. We know majority of them, that is 8 people, gave a negative report. കാലേബും യോശുവയും മാത്രമാണ് വിശ്വാസത്തിന്റെ വാക്കുകൾ സംസാരിച്ചത്. Only Caleb and Joshua proclaimed words of faith. കനാൻ നാട്ടിൽ അവർ നോക്കിയപ്പോൾ അനാക്യമല്ലന്മാരുടെ വലിയ ശക്തി,
When they went to Canaan, they could see the Anakites giants അവർ there. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രബലന്മാരായ ആളുകൾ. They saw great people whom they have never seen in their lives. അവർ തന്നെ പറയുന്നുണ്ട്, പാലും തേനും ഒഴുകുന്ന സ്ഥലം തന്നെയാണ്, പക്ഷെ ഇവന്മാരെ ജയിച്ച് നമുക്കതിൽ പ്രവേശിപ്പാൻ കഴിയില്ല. They are saying, indeed, it is a land of milk and honey, but we cannot overcome these people. ഈ 8 പേരും ഒരുമിച്ച് ഒരേ സ്വരത്തിൽ പറഞ്ഞു. These 8 people said the same thing. നടക്കാൻ പോകുന്നില്ല, It won't happen. അത് സംഭവിക്കില്ല, It will not be possible. നമ്മളെ ഒരുമിച്ച് അവർ വിഴുങ്ങിക്കളയും. They will swallow us together. പക്ഷേ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു കാലേബും യോശുവയും. But Joshua and Caleb stood firm in their faith. എന്താണ് അവരെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പ്രേരിപ്പിച്ചത്? What motivated them to stand firm in their faith? എന്തായിരിക്കും എന്നുള്ളത് വേദപുസ്തകം നന്നായി പറയുന്നുണ്ട്. അതിന് ഉത്തരം The word of God says that clearly. അവർ തങ്ങളെ നടത്തിയ വഴികളെയാണ് ഓർത്തത്. Because they saw the ways they have come through. ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയുടെ പ്രാരംഭത്തിൽ തന്നെ ദൈവാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ നടത്തിയ വഴികളെ ഒന്ന് ഓർക്കുക. In the beginning itself, the Holy Spirit is saying, remember the ways you have come from. എത്ര പ്രാവശ്യം ചെങ്കടലിന് സമമായിട്ടുള്ള അതേ പ്രതിസന്ധിയുടെ നടുവിൽ വഴി വിരിച്ച് നിന്നെ മുൻപോട്ട് നടത്തിയിട്ടുണ്ട്. How many times there were crisis situation like Red Sea, but He led you through. എത്ര പ്രാവശ്യം മാറായുടെ കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന് മോചനം നൽകിയിട്ടുണ്ട്. How many times He delivered you from the bitter experiences of Mara. എത്ര പ്രാവശ്യം നിന്നെ ഉന്മൂലനം ചെയ്യുമെന്ന് വെല്ലുവിളി ഉയർത്തിയ ശത്രുവിനെ അവൻ തുരത്തി ഓടിച്ചിട്ടുണ്ട്. How many times He flew the enemy who tried to finish you completely. ഇന്ന് പകൽക്കാലം ദൈവജനം ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയാണ് കാണാനാണ് ഇവിടെ ഇരിക്കുന്നത്. Today we are here to see the works of the Lord. അതുകൊണ്ട് തന്നെ നടത്തിയ വിധങ്ങളെ ഓർക്കുക. Therefore let us remember the ways we have come നടത്തിയ from. വിധങ്ങളെ ഓർക്കുമ്പോൾ ദൈവത്തിന്റെ വിരൽപ്പാടുകൾ, അവന്റെ കരചലനങ്ങൾ, അവന്റെ ഇടപെടലുകൾ, അവൻ നിന്നെ താങ്ങി നടത്തിയ സന്ദർഭങ്ങൾ, നിന്നെ തോളിലേന്തി നടന്ന സന്ദർഭങ്ങൾ നിനക്ക് അറിയുവാൻ തക്കവണ്ണമിടയായി തീരും. When you remember the ways, you will see the hand of the God, His fingerprints, and the way He carried you in His arms. ഹല്ലേലൂയ, സ്തോത്രം. കാലേബ് ഉറച്ചു നിന്നത് ദൈവത്തിന്റെ പ്രവർത്തികളെ ഓർത്തപ്പോഴാണ്. ആ ഉറപ്പ് അവന് വീണ്ടും ലഭിച്ചത്. Caleb stood firm because he remembered the works of the Lord in his life. അവർ ഓർത്തു, കഴിഞ്ഞ കാലങ്ങളിലും ഇതുപോലെ ശത്രുക്കൾ ഉണ്ടായിരുന്നു. They remember in the previous times also we had enemies like സ്പിരിച്വൽ this. ആയിട്ടുള്ള സെൻസിബിലിറ്റി ഉള്ളവരായി നമ്മൾ ജീവിക്കുമ്പോൾ, നമ്മൾ കാര്യങ്ങളെ അറിയേണ്ടതുപോലെ, റിയലൈസ് ചെയ്യേണ്ടതുപോലെ അറിയുവാൻ തക്കവണ്ണം ഇടയായി തീരും. When we live with a spiritual sensibility, we will realize things the way we need to realize. പലപ്പോഴും വിശ്വാസ സമൂഹത്തിന് സംഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു തകരാറെന്ന് പറയുന്നത്, നടത്തിയ വിധങ്ങളെ ഓർക്കുമ്പോൾ നടത്തപ്പെട്ട കാര്യങ്ങളിൽ ദൈവം ഇടപെട്ട വിധങ്ങൾ ഓർക്കാറില്ല. Most of the time the spiritual community lack is when they remember the things, they forget the interventions of God in ഇന്ന് that. പകൽക്കാലം ദൈവം അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. Today the Lord is taking you back to those അവൻ days. ഇറങ്ങി വന്ന് ഇടപെട്ട വിധങ്ങളെ ഓർക്കണം. Remember the ways He came down for you. ഉദാഹരണമായി ചെങ്കടലിനെ വിഭജിക്കുവാൻ ദൈവം തീരുമാനിച്ചപ്പോൾ, For example, when Lord decided to part the Red Sea, അവിടെ വ്യാപരിച്ച ആ പവറിനെ കുറിച്ച് നമ്മളൊന്ന് ഓർക്കണം. we should remember that power which was manifested there. അത് ഏതെങ്കിലും മനുഷ്യന് കഴിയുമോ? Can any man do that? ഏതെങ്കിലും പവർ സോഴ്സിന് കഴിയുമോ? Or can any power source do അപ്പോൾ that? ആർക്കും കഴിയാത്ത കാര്യമാണ് അവർക്ക് വേണ്ടി ദൈവം ചെയ്തത്. Therefore, which was possible for no one, God is doing for them. അപ്പോൾ അവിടെ നടന്ന പ്രവർത്തികളെല്ലാം ഒന്നൊന്നായിട്ട് അവലോകനം ചെയ്തു നോക്കണം. And they should remember one by one the things happening there. ഹല്ലേലൂയ, സ്തോത്രം. പറവോൻ പുറകെ വരുന്ന ഭീകര അനുഭവം നോക്കണം. And the mighty experience under Pharaoh. വഴിയില്ലെന്ന് പറയുന്നതായ ചെങ്കടലിന്റെ അനുഭവങ്ങളെ നാം നോക്കണം. We should see the experience of the Red Sea where there was no way. അത് മാത്രമല്ല, അവിടെ ദൈവം ചലിപ്പിക്കുന്നതായ, ദൈവം പ്രവർത്തിക്കുന്നതായ ചില പ്രവർത്തികൾ, കിഴക്കൻ കാറ്റടിപ്പിക്കുന്നു, ചിറ പോലെ വെള്ളം കെട്ടി നിൽക്കുന്നു, കാർമേഘം വന്നവർക്ക് വേണ്ടി മറയായി ശത്രുവിനെ മറച്ചുകൊണ്ട് നിർത്തുന്നു, ദൂതൻ മുൻപിൽ നിൽക്കുന്ന ദൂതൻ മുൻപിൽ നിന്ന് മാറി പുറകിലേക്ക് മാറുന്നു. അപ്പോൾ ഇതെല്ലാം ഓർക്കുമ്പോൾ എന്തും വേണ്ടി കാര്യങ്ങളാണ് ദൈവം അതിനകത്ത് ഇടപെട്ട് പ്രവർത്തിച്ചത്. അതുപോലെ ദൈവ പൈതലെ, ഇന്ന് നീ ആരോഗ്യത്തോടെ, ഹല്ലേലൂയ, നല്ല സ്റ്റാമിനയിൽ ഇവിടെ ഇരിക്കുന്നത് തന്നെ അതിന് വ്യക്തമായ
വ്യക്തമായ ഉദാഹരണമാണ്. നീ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ഹല്ലേലൂയ അസാധാരണമായ ദൈവകൃപയും ദൈവപ്രവൃത്തിയും നിന്റെ മേൽ ചൊരിഞ്ഞത് കൊണ്ടാണ്, നിന്റെ സാഹചര്യങ്ങളുടെ മേൽ ചൊരിഞ്ഞത് കൊണ്ടാണ് വെല്ലുവിളി ഉയർത്തിയ പറപോന്യ ശക്തികളെ നിലയ്ക്ക് നിർത്തിക്കൊണ്ട് നിന്നെ സഹായിച്ചത് എന്ന് ഇന്ന് പകൽക്കാലം ഓർക്കട്ടെ. When we remember, we should remember the details God did, the wind, the wall of fire, the cloud and everything. And we are here today in His strength because He defeated the enemy for us. ഹല്ലേലൂയ സ്തോത്രം. നോക്കണം, ദൈവത്തിന് ഇഷ്ടമുള്ളത് വിശ്വാസമുള്ളവരെയാണ്. We need to see God likes people who have faith. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറയുന്നവരെ ദൈവത്തിന് വലിയ താല്പര്യമില്ല. God does not want people who give negative കാരണം statements. ദൈവം തന്റെ പ്രവൃത്തി ഭൂമിയിൽ ചെയ്യുന്നത് വിശ്വാസമുള്ളവരെ കൊണ്ടാണ്. Because God does His deeds through the people who have faith. ദൈവം പറയുന്നത് നടക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നവരെ കൊണ്ട് മാത്രമേ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയൂ. God says He can do things only with people who say it will happen through faith. അതുകൊണ്ട് തന്നെ ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കിയ വാഗ്ദത്ത കനാൻ എന്നുള്ളതിന് ഒരു മാറ്റവും സംഭവിച്ചില്ല. Therefore, the place which God prepared for His people never changed. വിശ്വാസ പ്രഖ്യാപനം നടത്തിയവരെ കൊണ്ട് മാത്രം ദൈവം അതിലേക്ക് പ്രവേശിക്കുവാനിടയായി എന്ന് ചരിത്രം പറയുന്നു. And history says people who declared the faith, only through them Lord led the people there. വിശ്വാസത്തിൽ ഉറച്ചു നിന്നവർ മാത്രമേ ആ കനാനിലേക്ക് പ്രവേശിച്ചുള്ളൂ. And people who stood firm in the faith only entered Canaan. അപ്പോൾ ശ്രേഷ്ഠമായ ദൈവപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിന് അചഞ്ചലമായ വിശ്വാസം നമുക്ക് ആവശ്യമാണ്. Therefore, for extraordinary works to happen in our life, it requires unwavering faith in ആ the Lord. വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നവരെയും ദൈവം പ്രത്യേകമായി മാനിക്കും. And people who stand for that faith, God honors them specially. വിശ്വാസത്തിന് വേണ്ടി നാം സ്ഥായിയായി നിന്നാൽ നമ്മെ ഒരിക്കലും കടക്കാരായി അവൻ വിടുകയില്ല. If we stand firm in our faith, He will never let us down. അനേക ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ And there are കഴിയും. many examples in the Word of God. ഇവിടെ കാലേബ് അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി നിന്ന ആളാണ്. Here Caleb stood for such faith. കാലേബ് തന്റെ ജനത്തിനു വേണ്ടി മാത്രമല്ല, തന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും വളരെ വിശ്വാസ പ്രഖ്യാപനം നടത്തിയെന്ന് മാത്രമല്ല, അതിൽ ഉറച്ചു നിന്ന് ദൈവപ്രവൃത്തി കാണുകയും ചെയ്തു. Caleb not just stood for the people as a whole, but for his individual inheritance also he declared faith. And ഈ വചനം വളരെ സിസ്റ്റമാറ്റിക് ആയി ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥനയോടെ നിങ്ങൾ എൻ്റെ കൂടെ മുമ്പോട്ട് വരണം. Let us go forward with prayer and receiving this word systematically. കാരണം പല പ്രവൃത്തികളും നടക്കേണ്ടതായിട്ടുണ്ട്. Because there are certain deeds which need to happen. നിങ്ങളുടെ മുൻപിൽ ചിലപ്പോൾ ഒരുപക്ഷേ നിങ്ങൾക്ക് അറിവുള്ളതായ ചില പ്രതിസന്ധികളും പ്രയാസങ്ങളും അല്ലെങ്കിൽ ഒരുപടി കൂടി കടന്ന് ചില അനുഗ്രഹങ്ങൾക്കും വേണ്ടി മാത്രമായിരിക്കും നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്. You might be seeing the things you can see, the crisis you know, and some blessings which you need today. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ദൈവ പൈതലായി ജീവിക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസത്തോടായിരിക്കുന്നുവെങ്കിൽ കണ്ണിന് കണ്ടിട്ടില്ലാത്തതും, ഓ ഹല്ലേലൂയ, ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തതും, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരിക്കലും തോന്നിട്ടില്ലാത്തതുമായ പ്രവർത്തികളെ അവൻ നിന്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന്. But the Lord is saying, for a child of God who has surrendered with faith, He will provide. No eye has seen, no ear has heard or entered into the heart of man. അതിന് ഉദാഹരണം പറയാം. എത്ര കഴിവ് ഉണ്ടായാലും, എത്ര ബലമുണ്ടായാലും, ഈ സാഹചര്യങ്ങൾ എത്രയൊക്കെ വളർന്നാലും നമുക്ക് തന്നെ ഒരു തോന്നലില്ലേ, നമുക്കൊരു പരിധിയുണ്ട്. അതിന്റെ ഒരു പിക്ചർ നമുക്ക് തന്നെ കാണാം. We can understand no matter how much progress we made, we also have a limitation how much we can go forward. എന്നാൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയിൽ ഹല്ലേലൂയ അങ്ങനെയല്ല കാര്യങ്ങൾ. അതിനും അപ്പുറം എക്സ്ട്രാ മൈലിലേക്ക് കാര്യങ്ങൾ പോകും. നീ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിൽ എന്ന പോലെ ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് പ്രതീക്ഷയർപ്പിച്ച് ആത്മാവിൽ ബലപ്പെട്ടിരിക്കട്ടെ. ചിലത് നടക്കുന്ന പകലാണെന്ന് വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. But the power manifested for people who believe, it's an extra mile and it is beyond all our imaginations what God does for such people. അവരുടെ ഔട്ട്കം, വിശ്വാസത്തിന്റെ ഔട്ട്കം എന്ന് പറയുന്നത്, ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആ മൈനോറിറ്റിയായ രണ്ടുപേര്, അവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ് ദൈവം അതിലാണ് പ്രവർത്തിക്കാൻ ജനം കനാനിൽ കടക്കുകയാണ്. The outcome of that issue was that the two people who declared through faith, God recognized that and God helped them to go to Canaan. അതിനുശേഷം കാലേബിന് വ്യക്തിപരമായ അവകാശത്തിന് വേണ്ടി യോശുവയോട് പറയുന്നുണ്ട്. And after that Caleb is speaking to Joshua for his personal inheritance. തനിക്ക് അവകാശപ്പെട്ടതായ ആ ഹെബ്രോൻ മല കാലേബ് അവകാശമാക്കുന്നു.
Caleb is asking for that Hebron hill, which is for inheritance for him, and he also achieves ആ that. വിശ്വാസം തന്നെ അടുത്ത ജനറേഷനിലേക്ക് ഇമ്പാർട്ട് ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. And we can see that same faith is imparting to the next generation now. അപ്പോൾ എപ്പോഴും സ്ട്രോങ് ഫെയ്ത്തിൽ നിൽക്കുന്ന ആളുകൾ, ദൈവത്തിന്റെ മഹത്വം കണ്ട ആളുകൾ, അവർക്ക് വ്യക്തിപരമായ ദൈവത്തെക്കുറിച്ചുള്ള ധാരണയിൽ നിന്നുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും അനുദിനം ചെയ്യുന്നത്. Therefore, people with strong faith and who declare strong faith, they clearly know God, and that's how they stand for God. അവരുടെ ഓരോ പ്രവൃത്തികളും ഓരോ സ്റ്റേറ്റ്മെന്റും കേൾക്കുമ്പോൾ അറിയാം എത്രമാത്രം വിശ്വാസത്തിലാണ് ദൈവത്തെ കാണുന്നു എന്നുള്ളത്. We can see their acts and their statements, and we can know how much belief and faith they have in their God. തന്റെ മകളുടെ ഒരു വിവാഹ വിഷയം വന്നപ്പോഴും അദ്ദേഹം ഒരു കണ്ടീഷനാണ് വെക്കുന്നത്. ഈ ഇസ്രായേൽ ജനത്തിന് അവകാശമാക്കുവാൻ വെട്ടിപ്പിടിക്കുവാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. In the matter of his daughter's wedding, he is keeping a condition. There is a lot of place which needs to be conquered for കണ്ടീഷൻ Israel. വെച്ചത് അങ്ങനെ ഒരു മല പിടിച്ചടക്കുന്ന ഒരുവനാണ് ഞാൻ എൻ്റെ മകളെ കൊടുക്കാൻ പോകുന്നത്. The condition he keeps is one who conquers this hill, I will grant my daughter. കാരണം ക്രെഡിബിൾ ആയിട്ടുള്ള കാര്യമായിട്ടുള്ള കാര്യങ്ങളെ ചെയ്യാൻ വിഷനുള്ളവർ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഭാഗമാകുവാൻ നട്ടലോടെ നിൽക്കുന്നവർ എന്നുള്ളതായ കാഴ്ചപ്പാടാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. Because he had a vision that he wanted people who were strong for the Lord and who will stand with courage for the Lord. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ബ്ലെസ്സിങ്സ് കുടുംബത്തിനകത്തും തലമുറകളിലും വെളിപ്പെടുന്നത് യാദൃച്ഛികമായിട്ടല്ല. ആരെങ്കിലുമൊക്കെ വിശ്വാസത്തിനു വേണ്ടി ഹല്ലേലൂയ വില കൊടുക്കുമ്പോഴാണ് അസാധാരണമായി ചിലത് നടക്കുന്നതെന്ന് ഇന്ന് നിങ്ങൾ വിശ്വാസത്തിൽ അറിഞ്ഞിരിക്കട്ടെ. We should understand and accept that the things and blessings which happen in our families are not through accidents, but through the faith of people shown towards God. ഒത്നിയേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അത് പിടിച്ചെടുക്കുകയാണ്. And Othniel, a young man, is conquering that land. ചരിത്രം പറയുന്നു ഇസ്രായേലിന്റെ ആദ്യത്തെ ജഡ്ജായിട്ട് അദ്ദേഹം വരുന്നു. And we know in history later he becomes a judge for അപ്പോൾ Israel. അവർക്ക് ചില അവകാശങ്ങൾ കൊടുക്കുന്നതാണ് ഈ വചനത്തിന്റെ കോണ്ടെക്സ്റ്റ്. Therefore, the context of this verse is he is granting some inheritance to them. ആ അവകാശങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. മലകളും താഴ്വരകളും അടങ്ങിയ ഒരുപാട് വലിയ ലാൻഡ്. In that inheritance, she has received a lot of land as an inheritance for her. പക്ഷേ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സൂക്ഷ്മമായി ചില കാര്യങ്ങൾ പറഞ്ഞ് അത് ഹൃദയത്തിലേറ്റി പ്രാർത്ഥിച്ച് ചില വിടുതലുകളുമായിട്ട് ഇന്ന് ജനം പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ അറ്റൻഷൻ ഫുള്ളി ഇതിനകത്ത് വേണമെന്നാണ് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത്. But there are a few things we need to understand. Therefore, we need our full attention today. അവൾക്ക് കൊടുത്ത അവകാശം എന്ന് പറയുമ്പോൾ അതിൻ്റെ ലാൻഡിൻ്റെ ജോഗ്രഫിക്കലി അതിൻ്റെ ഏരിയ വളരെ വലുതായിരുന്നു. The inheritance she received geographically, that area is very big. പക്ഷെങ്കിൽ അവൾ ഒരു കാര്യം മനസ്സിലാക്കി, അവൾ കൊടുത്തതിനകത്തെങ്ങും നീരുറവകളില്ല എന്നുള്ളത്. But one thing she understood, there were no springs of water in that land. നോക്കണം, അപ്പോൾ എത്ര സൂക്ഷ്മമായി ലഭിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ എന്തുണ്ട്, എന്തില്ല, എന്താണ് അനിവാര്യമായിട്ടുള്ളത് എന്നതിനെ കുറിച്ചുള്ള സീരിയസ് ആയി ചിന്തിക്കുന്ന അനുഭവം. Therefore, we need to understand it's a serious experience of being careful on what I have and what I have received and what I do not have. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതും കടിച്ചു പിടിച്ചുകൊണ്ട് ഓടുന്നൊരോട്ടമല്ല. പിന്നെയോ കൃത്യമായ വിഷനോടുകൂടെ, കൃത്യമായ ദർശനത്തോടുകൂടെ എന്തെനിക്കുണ്ട്, എന്തെനിക്കില്ല, ഞാൻ എന്താണ് ലാക്ക് ചെയ്യുന്നത്, എൻ്റെ ആത്മീയ ജീവിതത്തിലെ പോരായ്മ എവിടെയാണ്, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ കുറവ് എവിടെയാണ്, എന്ത് കൃപകളാണ് എൻ്റെ മേൽ ധാരാളമായി ചൊരിഞ്ഞിരിക്കുന്നത്, ഇനി എനിക്ക് എന്തിൻ്റെ ആവശ്യമാണ് ഉള്ളത് എന്ന് ആത്മാർത്ഥമായി ചിന്തിച്ച് പ്രാർത്ഥിച്ച് മുന്നേറുന്ന ഒരു ദൈവപൈതലിന് മാത്രമേ ദൈവികമായ വലിയ അവകാശങ്ങളെ ഇൻഹെറിറ്റ് ചെയ്യുവാൻ കഴിയുള്ളൂ എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. My dear ones, Christian life is not just a normal journey where we receive normal things, but it is about a vision of what I have, what I need and lack. Only then we can do extraordinary things for the Lord. അപ്പോൾ സ്പിരിച്വലായി നമ്മൾ വളരെ സെൻസിബിലിറ്റി ഉള്ളവരായിരിക്കണം. Therefore, we should be spiritually very sensible. നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നവരാണ്. We should have a desire to grow. വർദ്ധനവിനെ കുറിച്ച് നാം ആഗ്രഹിക്കുന്നു. We should desire to be fruitful. വിശാലത നാം ആഗ്രഹിക്കുന്നു. We need extensions. മറ്റുള്ളവർ കാണുമ്പോൾ ദൈവം അനുഗ്രഹിച്ചവർ എന്ന പേര്
ജീവനോടെ നിൽക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. And we desire that when others see, we should be a blessing. എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ, അത് വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണമെങ്കിൽ ഈ തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം. But if we need that in our lives, then we should have that self introspection in our lives. തിരിച്ചറിവുണ്ടായാൽ മാത്രം പോരാ, ആ ലാക്ക് ചെയ്യുന്ന വിഷയങ്ങളെ ചോദിച്ച് വാങ്ങിക്കണം. A realization is not enough, but the things which are lacking, we should ask and receive. അപ്പൊ ഇവള് നോക്കിയപ്പോ ഇത്രയും വിശാലമായ സ്ഥലങ്ങളും ചുറ്റുപാടുകളും ഒക്കെ ഉണ്ട്, പക്ഷെ എന്തില്ല? നീരുറവില്ല. Here she is seeing there is a big land, but she saw there are no springs there. അപ്പോൾ നീരുറവില്ലെങ്കിൽ ഇതെല്ലാം കിട്ടിയിട്ട് കാര്യമില്ല. So if there are no springs there, it is no point of getting this എല്ലാവരും land. കൂടെ ഉണ്ടോ? Is everyone with us? കാരണം അവൾ മനസ്സിലാക്കി ഇതെല്ലാം കിട്ടി. ആ കാലത്ത് ഒരുപാട് ലീവ് സ്റ്റോക്സ് ആയിട്ട് ആടുകളും എല്ലാം ഉണ്ട്, അതിന് കുടിക്കാൻ ധാരാളം വെള്ളം വേണം. Because during that time there are a lot of livestock and cattle, and they need water. അപ്പോൾ ഒരു വർധനവിന് അത് ഏറ്റവും അനിവാര്യമാണ്. Therefore, for a fruitfulness, that thing is very important. പിന്നെ അത് മാത്രമല്ല, അതിന് വേണ്ടുന്നതായ അത് ഗ്രാസ് കാര്യങ്ങള്, കൾട്ടിവേഷൻ, കൃഷി, ഇതെല്ലാം നടക്കണമെങ്കിൽ വെള്ളം ഉണ്ടേലേ പറ്റൂ. And for grass cultivation, which is fodder for that livestock, it needs water. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഉള്ള കുറെ കാര്യങ്ങളെ കുറിച്ചുകൊണ്ട് പുകഴ്ത്തലും അതിലുള്ളതായ സ്വയമായിട്ടുള്ളതായ സന്തോഷവും അതിൽ ആഹ്ലാദിച്ച് മതിമറന്ന് നടക്കുന്ന നടപ്പും നിർത്തിയിട്ട്, ഹല്ലേലൂയ, എവിടെയാണ് പോരായ്മ, എവിടെയാണ് കുറവ്, എവിടെയാണ് എൻ്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഹല്ലേലൂയ കാര്യങ്ങൾ ഉള്ളത്, അത് എനിക്ക് ആവശ്യമാണ് എന്നുള്ള ബോധത്തോടുകൂടെ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവ പൈതൽ തയ്യാറാകൂ. കരുണാമയനായ ദൈവം ഇന്ന് ഈ സദസ്സിൽ വെച്ച് തന്നെ നിന്നെ അനുഗ്രഹിച്ചയക്കും. Today the Holy Spirit is saying, let us not boast or praise about the things we have, but instead let us see what we lack, and if we pray, then He is ready to bless us abundantly today. അപ്പോൾ കാലേബ് എത്രമാത്രം വിശ്വാസത്തിൽ സീരിയസ് ആയിരുന്നോ അതേ സീരിയസ്നെസ് തൻ്റെ മകൾക്കും കിട്ടിയെന്നുള്ളതാണ്. Therefore, the way Caleb was serious in his faith, we can see the same നാം seriousness in his കാണിക്കുന്ന daughter's life. വിശ്വാസത്തിന്റെ ഡെമോൺസ്ട്രേഷനേക്കാൾ അധികമായിട്ടൊന്നും പിള്ളേരിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. Let us not expect our children to show more faith than what we പക്ഷേ show. നമ്മുടെ സമൂഹത്തിന്റെ ഓൾ ഹ്യൂമൻ കൈൻഡിന്റെ ട്രെൻഡ് എന്ന് പറയുന്നത് നമ്മളെക്കാൾ വലുതാകണം നമ്മുടെ പിള്ളേരെന്നാണ്. But our community and the whole trend is like our children should be greater than us. നമ്മൾ അവർ ഏറ്റവും വലുതാകണമെന്നാണ് എല്ലാ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത്. And we as parents always desire that they should be bigger and greater than all. ആ ആഗ്രഹം നല്ലതാണ്. പക്ഷെങ്കിൽ അവര് അതുപോലെ ആകാൻ കഴിയുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു മിനി പിക്ചറിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അതുപോലെ നമ്മൾ ആകാൻ ശ്രമിക്കണം. That desire is good, but we also should at least show a mini picture of what they have to be. അതിൻ്റെ ഏതെങ്കിലും അവരെ എൻകറേജ് ചെയ്യുന്ന വിധത്തിൽ നമ്മുടെ ലൈഫും സ്റ്റേറ്റ്മെന്റും ജീവിതത്തിന്റെ ചിട്ടകളും നമ്മുടെ കൊടുക്കൽ വാങ്ങലുകളും നമ്മുടെ സകല ഇടപാടുകളും അതുപോലെ മാറേണ്ടതായിട്ടുണ്ട്. Therefore, let us be models in our lifestyle, in our discipline, in our dealings, while we do it in front of them. വളരെ ശക്തമായ വിശ്വാസ പ്രഖ്യാപനം ചെയ്തുകൊണ്ട് എതിർപ്പുകൾ സഹിച്ചാണ് കാലേബും യോശുവയോടെ നിന്ന് നമ്മൾ മറക്കരുത്. We know Caleb and Joshua faced a lot of against when they proclaimed this faith. അപ്പോൾ ആ മകളും ആ ദർശനം പ്രാപിച്ചു എന്നുള്ളതാണ്. But his daughter also received that vision. അതുകൊണ്ടാണ് പ്രാരംഭത്തിൽ ഓർപ്പിച്ച നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും ഒരുപാട് നമ്മുടെ പിള്ളേരെ സ്വാധീനിക്കും. Therefore, in the beginning, that's what we remember. Our faith and our life affects അവർ our ഏറ്റവും children. ശക്തരായി വരണമെങ്കിൽ നമ്മൾ ഏറ്റവും ശക്തമായ ആത്മീയമായ നിലപാടുകൾ സ്വീകരിച്ച് ദൈവത്തെ സേവിക്കുവാൻ തയ്യാറാകണം. If we want them to be strong, then we should be strong and doing faith proclamations in our life. അതുകൊണ്ടാണ് അവളൊരു ഭാവി ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ ഒരു ദർശനം കാണുന്നത് അവൾക്കില്ലാത്തത് എന്തെന്ന് അവൾ തിരിച്ചറിയുകയാണ്. That is why when she is coming up, she is having a vision that what she lacks, she is അവൾ able to find. മനസ്സിലാക്കി വളർച്ചയ്ക്ക് എന്തായാലും വളരാൻ വേണ്ടി വിളിച്ചതാണ് ദൈവം. പക്ഷെങ്കിൽ വളർച്ചയ്ക്ക് തടസ്സമാണ് ഈ ആവശ്യമായ ജലം, വാട്ടർ ഇല്ലെങ്കിൽ, നീരുറവ ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു കൃഷിയും അഗ്രികൾച്ചർ കൾട്ടിവേഷൻ ഇതൊന്നും സാധ്യമല്ല. She knows that God has called her to be fruitful, but if there is no water, it is a big hindrance for any growth or fruitfulness. ആടുമാടുകൾക്ക് അതേ
സമൃദ്ധമായി വെള്ളം കൊടുക്കാൻ കിട്ടത്തില്ല. For the cattle, there won't be sufficient water. അപ്പൊ അതിലൂടെയുള്ള വളർച്ച നടക്കത്തില്ല. And then won't be a fruitfulness in their lives. അപ്പോൾ വളർച്ചയ്ക്ക് തടസ്സമായ ഒരു വിഷയമായി അവൾ അതിനെ കാണുകയാണ്. And she saw that a hindrance for her growth and fruitfulness. അപ്പോൾ വളർച്ച എന്ന് പറയുമ്പോൾ ബിബ്ലിക്കൽ ടേമിൽ ഫ്രൂട്ട്ഫുൾനെസ് എന്ന് നമുക്ക് പറയാൻ കഴിയും. And when we think about growth, it is like fruitfulness in biblical അപ്പോൾ അവളുടെ terms. ജീവിതം ഫലദായകമായി മാറുന്നതിന് അതൊരു തടസ്സമാണ്. Therefore, for her life to be fruitful, this was a hindrance. അത് മാത്രമല്ല, ഫ്യൂച്ചറിൽ ഒരു വളർച്ച, ഒരു ഗ്രോത്ത്, ഫ്യൂച്ചർ ഗ്രോത്തിന് തടസ്സമായ ഒരു വിഷയം. And also it is a hindrance for a future growth in that line. ഇന്ന് പകൽക്കാലം ആത്മീയമായി ഈ വിഷയത്തെ നിങ്ങൾ ഇങ്ങനെ കാണണം. ഫ്യൂച്ചർ ഗ്രോത്തിന് തടസ്സമായി നിൽക്കുക. 2025 അവസാന മണിക്കൂറിൽ ഈ പുൾപിറ്റിൽ ഈ വചനം പറയുമ്പോൾ മുൻവിധികളോടെയല്ല ഞാനിവിടെ നിൽക്കുന്നത്. ഈ വചനത്തിൻ്റെ മുൻപിൽ എന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ടാണ്, വിനയാന്യുതനായിട്ടാണ് ഞാൻ ഈ വചനത്തെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓർക്കേണ്ടതായ ഒരു കാര്യം, നമ്മുടെ ഗ്രോത്തിന് തടസ്സമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ, അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ ഈ ശുശ്രൂഷ ഒരു കാരണമാകട്ടെ. Today in the last days of 2025, let us pray that God to show us the hindrances for our future growth in our lives. നമ്മുടെ ലൈഫ് ഫ്രൂട്ട്ഫുൾ ആകുന്നതിന് തടസ്സമായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? Are there things which are hindrances which are stopping our life to be fruitful? നമ്മുടെ നാം സബ്സ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി തടസ്സമായിട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടോ? Are there obstacles which are stopping us from sustaining? അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. Let us realize that and go അപ്പോൾ forward. നമുക്ക് പ്രാർത്ഥന ഉയരും മനസ്സിൽ നിന്ന്, ഹൃദയത്തിൽ നിന്ന്. That is when a prayer will come up from our inward നമ്മൾ parts. ലാക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കഴിയും. That's when we will be able to pray for things we lack. പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത്, നമ്മൾ എന്തൊക്കെ പൊസസ് ചെയ്യുന്നുണ്ടോ, ഹോൾഡ് ചെയ്യുന്നുണ്ടോ, നമ്മുടെ കയ്യിലുണ്ടോ, അതെല്ലാം തന്നതാണ്, കൃപയാലാണെന്ന് ഓർത്ത് അതിനെ അവിടോട്ട് ഒരു സൈഡിലോട്ട് വെക്കുക. Also the important thing we should understand, whatever things we have has been given to us, and let us keep it രണ്ടാമതായി, aside. മുന്നേറ്റത്തിന് തടസ്സമായി ഉള്ളതായ, ഗ്രോത്തിന് തടസ്സമായ, സസ്റ്റെയിൻ ചെയ്യുന്നതിന് തടസ്സമായിട്ടുള്ള, നിലനിൽപ്പിന് പോലും തടസ്സമായിട്ടുള്ളതായ ആ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ നമുക്കിന്ന് പകൽക്കാലം ഇടയാകണം. Secondly, let us try to understand the challenges which are a hindrance for our fruitfulness, for our growth and our sustenance here. ആ ഒരു മനോഭാവത്തോടു കൂടെ തുടർന്നുള്ള വചനഭാഗം നമുക്ക് ചിന്തിക്കാം. Let us be with that attitude for the rest of the meditation. എന്താണ് ആ വചനഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം? What is the message we'll receive from the verse? ഏറ്റവും പ്രധാനമായ ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. There are some important things we will remember. അവൾ വളരെ ബോൾഡായി അവൾ കാലേബിനോട് അവളുടെ ആവശ്യം ചോദിക്കുന്നു. She is boldly asking Caleb for her need and inheritance. നോക്കണം, അവൾ പാർഷ്യലായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്സിൽ തൃപ്തിയാകുവാൻ, അല്ലെങ്കിൽ അതിൽ സെറ്റിലായി മുൻപോട്ട് പോകുവാൻ അവൾ ആഗ്രഹിക്കുന്നില്ല. She was not someone who desired to be partially satisfied in the blessing she received. ഇന്ന് പകൽക്കാലം പാർഷ്യലായ, കിട്ടിയതൊക്കെ മതി എന്നുള്ളൊരു ചിന്തയിലാണോ നാം ആയിരിക്കുന്നത്? Today, are we also in that same thought of a partial blessings which are enough for us? അവൾ വളരെ കോൺഫിഡന്റോടുകൂടി അവൾ പിതാവിനോട് അവളുടെ ആവശ്യം ചോദിക്കുന്നു. But she is very confidently and boldly asking for the inheritance from her ഈവൻ father. കർത്താവ് പോലും പറയുന്നുണ്ട്, സ്വർഗരാജ്യം അവകാശമാക്കുന്നത് പോലും വളരെ ബോൾഡായിട്ട് ചോദിച്ച് ദൈവത്തിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു അനുഭവമായിട്ട്. Even Jesus is saying that the kingdom of God is acquired by people who ask it in a bold manner. നോക്കണം, ബലാത്കാരമായി സ്വർഗരാജ്യം അവകാശമാക്കുന്നു എന്ന് വചനമുണ്ട്. We can read that the strong people rebelling and they fight and receive the kingdom of God. ദൈവത്തിൽ നിന്നുള്ളതായ അനുഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാപിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നാം ദൈവത്തോട് ചോദിക്കാൻ തയ്യാറാകുക എന്നുള്ളതും, അത് മാത്രമല്ല നാമും ദൈവമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് അതിപ്രധാനമായിട്ടുള്ളത്. Therefore, the things we need to receive from God, the first thing is we should be able to ask from God, and also our relationship with our God. അവളുടെ പിതാവിനോട് ഒരു ഡോട്ടർ ഫാദർ റിലേഷൻഷിപ്പ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. We can see here a daughter-father relationship.
അവൾക്ക് ആ ചോദ്യത്തിന് തടസ്സങ്ങൾ ചോദിക്കുന്നതിന് ഒരു ഹിൻഡ്രൻസും ഇടയ്ക്കില്ല. And we can see there are no hindrances for her to ask. അത്രമാത്രം സ്മൂത്ത് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് അവിടെ ഉള്ളത്. And that is the level of smoothness in that relationship. ഇന്ന് പകൽക്കാലം നാം ഈ വചനം ധ്യാനിക്കുമ്പോൾ ഓർക്കണം, നാമും ദൈവമായിട്ടുള്ള ബന്ധം അങ്ങനെയുള്ളൊരു ബന്ധമാണ്. Today when we meditate on these words, we should also remember our relationship with ഒരു our God. അപ്പനും മക്കളും എന്നതുപോലെയുള്ളതായ ഒരു ബന്ധമാണ് നാമും ദൈവവുമായിട്ടുള്ളത്. And it is the same way like a father has a relationship with his children. റോമാലേഖനം 8-ാം അധ്യായം 16-17 വാക്യങ്ങൾ പറയുന്നു, മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. In Romans 8 verse 16 it says, if sons then they are heirs. നോക്കണം, മക്കളെങ്കിൽ അവകാശികളുമാകുന്നു. If they are sons then they are heirs. അപ്പോൾ നമുക്ക് ദൈവത്തോടുള്ളതായ നമ്മുടെ ബന്ധമെന്ന് പറയുന്നത് മക്കൾ എന്നുള്ള ബന്ധമാണ്. മുമ്പേ കരുണ ലഭിക്കാത്തവരായിരുന്നു, ഇപ്പോഴോ നാം കരുണ ലഭിച്ചവരാണ്, നാം അവന്റെ ജനമാണ്. അപ്പോൾ നമുക്കുള്ള ബന്ധം എത്രമാത്രം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ളതാണെന്ന് നാം അറിയണം. Therefore we should understand our relationship with our God is like children and father. We received his mercy and now we are his people. ആ ബന്ധത്തിലൂടെ നമുക്കൊരു അതോറിറ്റി ലഭിക്കുന്നുണ്ട്. And through that relationship we receive an authority. അതെ, സാധാരണ ബന്ധങ്ങളിലൊന്നും അതോറിറ്റി ഇല്ല. And in normal relationships there is no authority. നമ്മൾ എത്ര സഹകരിക്കുന്നവരായാലും അതോറിറ്റിയോടുകൂടെ നമുക്കൊന്നും ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? No matter how close and cooperation we have, but with authority we cannot ask them. നമുക്ക് റിക്വസ്റ്റേ ചെയ്യാൻ കഴിയുകയുള്ളൂ. We can only request them. എന്നാൽ ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമുക്കൊരു അതോറിറ്റി, ഡിവൈൻ അതോറിറ്റി അവൻ നമുക്ക് തന്നിരിക്കുന്നു. We can ask him boldly. But with the relationship with our God, he has given us a divine authority through which we can ask boldly. നിശ്ചയമായിട്ടും അവൻ നമുക്ക് വേണ്ടി അത് ചെയ്യും. And assuredly he will do it for us. ഈ വചനം തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വേണം മുൻപോട്ട് വരാൻ. We should keep remembering the things we heard from the beginning as we go forward. നോക്കണം, അവളുടെ ചോദ്യം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള ചോദ്യമാണ്. And also we need to see the question she asked is something even the Lord desired. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, അവന്റെ ഹിതപ്രകാരം എന്ത് യാചിച്ചാലും അവൻ അത് നൽകുമെന്ന്. John in his letters write, if we ask something which is according to his will, he will grant. അവൾ ചോദിക്കുന്ന ചോദ്യം ഫലദായകമാകാനും ഗ്രോ ആകാനും ഫ്രൂട്ട്ഫുൾ ആകാനും സസ്റ്റെയിൻ ചെയ്ത് നിലനിൽക്കാനുമാണ് അവൾ ദൈവത്തോട് ചോദിക്കുന്നത്. The question she asks God is so that she can be fruitful, growing and sustaining. അപ്പോൾ നമ്മൾ ഓർക്കണം പ്രിയമുള്ളവരെ, ദൈവത്തോട് ചോദിക്കുന്നത് അവൻ തരാൻ മതിയായവനാണ്. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും, അതേത് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആണ് ബെയർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കർത്താവ് നോക്കും. Therefore, when we ask God, he is ready to give it, but we also need to understand the impact and the fruits it നമ്മൾ will bring. ചിന്തിച്ചു വന്നതിന്റെ ആത്മീയ അർത്ഥത്തിലൂടെ ഒന്ന് പരാമർശിച്ച് മുമ്പോട്ട് പോവുകയാണ്. The things which we have remembered, let us go through the spiritual side of ഈ it. രണ്ട് വശങ്ങൾ നമ്മൾ ചിന്തിച്ചാണ് മുമ്പോട്ട് പോകുന്നത്, ഭൗതികമായ വശവും ആത്മീക വശവും. We will think both the physical and the spiritual side as we go forward. കാലേബ് ഭൗതിക വശത്തിൽ നിന്നപ്പോൾ അവനെ ദൈവം ഇൻഹെറിറ്റ് ചെയ്യുവാൻ എന്തെല്ലാം കാര്യങ്ങൾക്കിടയാക്കിയെന്നും അതുപോലെ ആത്മീയമായ സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലും നമ്മൾ അത് ചിന്തിക്കുവാൻ ഇടയായി. Caleb, when he stood in the worldly side, how God blessed him and how spiritually it impacted him. ഇവിടെ അതേ വിശ്വാസം ഏറ്റെടുത്തുകൊണ്ട് വന്ന തൻ്റെ മകൾ ദൈവത്തോട് ചോദിക്കുന്നതിൻ്റെ അവകാശമാക്കുന്നതിൻ്റെ സ്പിരിച്വൽ ഡയമെൻഷനിലും അതുപോലെ എർത്തലി ഡയമെൻഷനിലും നമ്മൾ അത് ചിന്തിക്കുകയാണ്. And in the same faith which his daughter is carrying, we should remember the spiritual and the earthly dimension. ചോദിച്ചാൽ അവൻ നമുക്ക് നൽകും, പക്ഷെങ്കിൽ അവന് കൂടുതൽ ഇഷ്ടം നമ്മൾ അവൻ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വളരാൻ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ ഏറെ താല്പര്യമാണ്. അതിന് വളരെ ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ചില ഡെലിവറൻസ് ടേക്ക് പ്ലേസ് ആവാൻ ഇടയാകും. If we ask, he is ready to give, but he's more happy if we ask something which is something which we will go through his will and be fruitful in him. That's when we get quick ഇവിടെ answers. വെള്ളത്തെ സിഗ്നിഫൈ ചെയ്യുന്നത് പരിശുദ്ധാത്മാവുമായിട്ടാണ്. Here the water signifies the Holy Spirit. എപ്പോഴും വെള്ളം നമ്മളെ റീഫ്രഷ് ചെയ്യുന്നതായ ഒരു സംഗതിയാണ്. And always water is something which refreshes us. നമ്മൾ കുറെ നേരം നടന്ന് ക്ഷീണിതരായി നമ്മൾ വല്ലാതെ വിവശരായിരിക്കുമ്പോൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം നമുക്ക് കിട്ടിയാൽ അത് നമ്മളെ എത്രമാത്രം റിഫ്രഷ് ചെയ്യും. When we walk a lot and are tired and thirsty, when we receive a glass of cold water, how much it refreshes us. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമ്മൾ ഫലദായകമാകുവാൻ, നാം ഗ്രോ ആകുവാൻ,
നമ്മെ റീഫ്രഷ് ചെയ്യുവാൻ അവൻ്റെ ആത്മാവിൻ്റെ ആ വലിയ കൃപയും ശക്തിയും നമുക്ക് ആവശ്യമാണ്. Therefore, in this journey of life also, for us to grow and refresh and be fruitful, we need that water of the Holy Spirit in our lives. കഴിഞ്ഞ ദിനങ്ങളിൽ സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, യൗവനക്കാരായ ഈ വലിയ സമൂഹത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ടേം തന്നു. അത് മുൻപോട്ടുള്ള നാളുകളിൽ ആ ടേമിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രാപിക്കുകയും ചെയ്യും. ഒറ്റ വാക്കാണ് ദൈവാത്മാവിൻ്റെ നാവിൽ തന്നത്, ഇത് കൊയ്ത്തുകാല സമയമാണ്, ആത്മാവിൽ നിറഞ്ഞിടുക. In the previous days when the servant of God was praying for the youths of the church, the Holy Spirit said a term for him, that is, it is a time of harvest. Let us be filled with the Holy Spirit. ദൈവസഭ ഒരു ഹാർവസ്റ്റിലേക്ക് കടക്കാൻ പോകുന്നു. അത് സാധാരണ എനർജിയിൽ പോരാ, സാധാരണ കൃപയിൽ നിന്നുകൊണ്ട് പോരാ, പിന്നെയോ അസാധാരണമായ ദൈവശക്തി കൊണ്ട് അത് സാധ്യമാകൂ. ജനം ദൈവകൃപയിൽ നിറയട്ടെ. മുൻപോട്ടുള്ള വർഷം നമുക്കുള്ളത് കൊയ്ത്തിന്റെ സമയമാണ്. കൊയ്ത്തിന് എന്താണ് ആവശ്യം? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു, ആത്മാവിൽ നിറയുക. And it is a time of harvest. The church is going to enter, and we cannot enter with that ordinary strength or power, but an extraordinary anointing from the Holy Spirit is needed for that great harvest. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, വെള്ളമില്ലാതെ കിടക്കുന്ന ഒരു വലിയ ഏരിയ ഓഫ് ലാൻഡ് നമുക്ക് കിട്ടിയാൽ എന്താണ് നമുക്ക് പ്രയോജനമുള്ളത്? Just imagine a great land which has no water in it. Is that any good for us? നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ആധ്യാത്മികമായ ജീവിതം അഭിഷേകമില്ലാത്തൊരു ജീവിതമാണെങ്കിൽ, ഡ്രൈ ആയിട്ടുള്ളൊരു ജീവിതമാണെങ്കിൽ എന്താണ് പ്രയോജനം? Let's remember, if our spiritual life, if we do not have the anointing of the Holy Spirit, it is a dry state, what good it is. നമുക്ക് വേണ്ടി പൊഴിച്ചു തരുന്ന, ഒഴുക്കി തരുന്നതായ ജീവജലം നമുക്ക് സമൃദ്ധിയായി ലഭ്യമാകേണ്ടതായിട്ടുണ്ട്. The living waters which is flowing for us, we need it enough and more in our lives. നാം ദൈവസന്നിധിയിൽ ദൈവികമായി തഴച്ചു വളരുവാൻ ആത്മാവിന്റെ വലിയ പരിപോഷണം നമുക്ക് ആവശ്യമാണ്. If we want to spring and grow in the Lord, we need that great anointing of the Holy Spirit in our lives. നാം സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യം, ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ, എന്നെ ശക്തിപ്പെടുത്തണമേ എന്നുള്ളതായിരിക്കണം. In our spiritual perspective, we should always be praying, fill me with the Holy Spirit and strengthen me in the Holy Spirit. ജീവിതം ഫലദായകമായി മാറുവാൻ, ജീവിതത്തിൽ ഗ്രോത്ത് ഉണ്ടാകുവാൻ, ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുവാൻ, വളർച്ച ഉണ്ടാകുവാൻ എനിക്ക് നൽകണമേ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. Let us keep praying that for my life to be fruitful and growing, grant me that Spirit, Holy Spirit. നാം ദൈവവചനം വായിക്കുമ്പോൾ ദൈവം ഉപയോഗിച്ച എല്ലാ അഭിഷക്തരും അവരെല്ലാവരും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ജീവിച്ചവരാണ്. When we read the word of God, all the anointed people were filled with the Holy Spirit. അതുകൊണ്ട് നാം അതിനെ കൂടുതലായി ആഗ്രഹിക്കുക. Therefore, let us desire that more in our lives. ഇവിടെ കാലേബിനോട് അവൾ പ്രാർത്ഥിക്കുമ്പോൾ വളരെ ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോണ്ട് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. Here when she is asking Caleb, there is a quick response from his side. അത് മാത്രമല്ല, അവൾ ചോദിച്ചതിൽ അധികമായിട്ട് കൊടുക്കാൻ കഴിയുന്ന ഒരു ജനറസ് ആയിട്ടുള്ള ഒരു നേച്ചർ നമുക്ക് കാലേബിൽ കാണാൻ കഴിയുന്നു. And not just that, we see a generous nature in Caleb, that he has given him more than she asked. Our God is more generous than any other people in the world. Our God is more generous than any other people in the world. നമ്മൾ ആരോട് ആവശ്യം പറഞ്ഞാലും ആ ജനറോസിറ്റി നമുക്ക് കാണാൻ കഴിയില്ല. If we ask that to someone in the world, we cannot see that generosity. നമ്മൾ എത്ര ഒരു ഉദാരമായി ഒരു കടം ചോദിച്ചാലും ഒരുപക്ഷെ നമുക്ക് ആവശ്യമുള്ളത് ലഭിക്കില്ല. ചോദിക്കുന്ന ആളുടെ കയ്യിൽ സഫിഷ്യന്റ് ആയിട്ട് കാണും, എന്നാലും എന്തെങ്കിലുമൊക്കെ പിടിച്ചു വെച്ചിട്ടേ നമുക്ക് തരുത്തുള്ളൂ. Even when we ask something like a loan from someone, we may not get what we want and might receive less than what they have. പക്ഷേ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവൻ ജനറസ് ആണെന്നുള്ളതാണ്. But the speciality of our God is generous. അങ്ങനെ ജനറസ് ആയിട്ടുള്ള ഒരു ദൈവത്തെ സേവിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഒരു ഡിഫിഷ്യൻസിയിലും ഒരു സ്കാഴ്സിറ്റിയിലും ജീവിക്കേണ്ടതായിട്ടുണ്ടോ എന്ന് നാം തന്നെ നമ്മോട് ചോദിക്കണം. When we are serving such a generous God, we should ask ourselves, should we be living in such deficiency and scarcity? പ്രിയമുള്ളവരെ, ഇവിടെ കാലേബിനോട് ചോദിച്ചപ്പോൾ അവള് നീരുറവയെ ചോദിച്ചുള്ളൂ. പക്ഷെങ്കിൽ കാലേബ് അവൾക്ക് മലയുടെ മുകളിലും താഴ്വരയിലും നീരുറവയെ കൊടുക്കുകയാണ്. Here she is asking Caleb only for the springs, but he gives him springs on the top and the bottom of that hill. ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ സ്നേഹവാനായ
സ്വർഗസ്ഥ പിതാവിൻ്റെ ആ നേച്ചറാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. It reflects the nature of our God. He is so loving for us. മറ്റാരിലും കാണാത്തതായ ആ ഡിവൈൻ നേച്ചർ. And that divine nature which we cannot see in anyone else. ഹല്ലേലൂയ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, എഫെസ്യൻസ് 3:20 ഇങ്ങനെ പറയുന്നു. In Ephesians 3:20 it says, എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തു യേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ആ വചനം ശ്രദ്ധിക്കുക. now to him who is able to do exceedingly abundantly above all that we ask or think, according to the power that works in him, to him be glory in the church by Jesus to all generations ഞാൻ forever. ആവർത്തിച്ച് പറയട്ടെ, ഇതൊരു പ്രസംഗമല്ല. ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആത്മിക ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. I want to repeat, this is not a speech, but it is a service where God wants to do certain things in our lives. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി നൽകുന്ന ദൈവം. He is someone who is ready to give more than we think or ask. എന്നാൽ ഇവിടെ പൗലോസ് തന്റെ റെവലറ്ററി ആയിട്ടുള്ള നോളജിൽ നിന്നുകൊണ്ട്, ദൈവം കൊടുത്ത അറിവിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ആ ശക്തി ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി ചെയ്യുവാൻ കഴിയുന്ന ശക്തി അത് നമ്മിൽ ഇപ്പോൾ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. But Paul, through his revelatory knowledge, is saying that power which gives exceedingly and abundantly, that power is in work in us. അതുകൊണ്ട് സഭയിലും അതുകൊണ്ട് എല്ലാ തലമുറകളും ഒരുപോലെ അവന് മഹത്വം കൊടുക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. That is why we see that he is being glorified in the church and in all generations forever. ക്രിസ്തു യേശുവിൽ മഹത്വം കൊടുക്കുന്നതായിട്ട് കാണുന്നു. And we see that it is being glorifying Jesus Christ. അപ്പോൾ ഇതിനെ തേടി എങ്ങും പോകണ്ട. ഈ ശക്തി നമ്മിൽ വ്യാപരിക്കുന്നുണ്ട്. അതിനെ നമ്മൾ റിയലൈസ് ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ നാം തയ്യാറാകണം. Therefore we need not go anywhere to search for this power, but it is already in work in us, but we need to realize and pray. എല്ലാവരും ഒന്ന് അധരം കൊണ്ട് പറയുക, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന എന്നുള്ളിടത്ത് എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുമെന്ന് എത്ര പേർക്ക് ധൈര്യത്തോടെ പ്രസ്താവിക്കാൻ കഴിയും? അത് ചേർത്ത് പറഞ്ഞാട്ടെ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി, ഹല്ലേലൂയ, എന്നിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്, ഹല്ലേലൂയ, സഭയിലും ക്രിസ്തുയേശുവിലും തലമുറ തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ എന്ന് പറയുക. Can we confess strongly with faith the power which gives more than what we ask or think is working in us, and let us proclaim with strength. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. Let us be with that attitude in the midst of God. എങ്ങനെയാണ് ദൈവ പൈതൽ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ ഇടയാകുന്നത്? How does a child of God receive blessings from God? ഈ ധ്യാനിച്ച വചനത്തിന്റെ വെളിച്ചത്തിൽ എങ്ങനെയാണ് ഒരു ദൈവ പൈതലിന് ദൈവത്തിന്റെ പ്രവൃത്തികളെ യേശുവിൽ നിന്നും അനുഭവിച്ചറിയുവാൻ ഇടയാകുന്നത്? In the light of this message, how does a child of God attain blessings from God? ഒന്നാമതായിട്ട് നോക്കണം, അവൾക്ക് ലഭിച്ച കാര്യങ്ങളെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവൾ കാര്യങ്ങളെയെല്ലാം അസസ് ചെയ്തു. അവൾ ലാക്ക് ചെയ്യുന്നത് എന്താണെന്നും അവളുടെ കയ്യിലുള്ളത് എന്താണെന്നും എല്ലാം വ്യക്തമായ ധാരണ അവൾക്കുണ്ടായി. അടുത്തൊരു സ്റ്റെപ്പിലേക്ക് അവൾ തന്നെ ഇനിഷ്യേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. The first step is she assessed what she received, what she has and what she lacks, and the next step was to take an initiative. അവൾ ആ ആവശ്യവുമായിട്ട് അവൾ എഴുന്നേൽക്കുകയാണ്. She is taking an initiative and rising up with that need. അവൾ വളരെ ഡിറ്റർമൈൻഡ് ആയിട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കുകയാണ്. She is taking that next step with full determination. അവൾ പിതാവിനോട് ചോദിക്കാൻ തയ്യാറാവുകയാണ്. And she is getting ready to ask her father. ചോദിച്ചാൽ തരുമെന്നുള്ള വിശ്വാസം അവളിൽ ഉണ്ടായിരിക്കുന്നു. She has that faith that if I ask, he will give. അതിനായി അവന്റെ അടുക്കലേക്ക് അവൾ എത്തിച്ചേരുകയാണ്. That is why she is going close to him. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മത്തായി 7:7 ഇങ്ങനെ പറയുന്നു, ചോദിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ഞാൻ തരും. Jesus says in Matthew 7:7, if you ask, I will give. ഹല്ലേലൂയ. ചോദിപ്പീൻ എന്നാൽ ഞാൻ നിങ്ങൾക്ക് തരും. Ask and you shall receive. ഇന്ന് പകൽക്കാലം ഈ അക്സായെ പോലെ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉണർന്നെഴുന്നേറ്റ്
ഹല്ലേലൂയ, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമുക്ക് വേണ്ടി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ആ ശക്തിക്ക് കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന് എല്ലാ മഹത്വവും കൊടുക്കുവാൻ, ക്രിസ്തുയേശുവിലുള്ള മഹത്വം കൊടുക്കുവാൻ നമുക്കിടയാകട്ടെ. ദൈവജനം പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. Today, just like Aksa did, to rise up and go close to her father, to ask who is ready to give more than what we think and ask, and let us proclaim his glory. മാർക്കോസ് 11:24 പറയുന്നു, നിങ്ങൾ പ്രാർത്ഥനയോടെ എന്തപേക്ഷിച്ചാലും ഞാൻ നിങ്ങൾക്ക് നൽകി തരുമെന്ന്. In Mark 11, chapter 11, verse 24, he says, therefore I say to you, whatever things you ask when you pray, you will receive. പക്ഷേ നാം ചോദിക്കുമ്പോൾ ഒരു കാര്യം എൻഷുർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ രീതിയിൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഗ്രോത്ത്, അതിനായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ചോദ്യങ്ങളിൽ ഉണ്ടോ എന്നുള്ളത് നാം എൻഷുർ ചെയ്യണം. But we also need to ensure that the things we are asking, is it allowing me to grow in the Lord? നാം വെറുതെ നമ്മൾ ഇങ്ങനെ ചോദിക്കരുത്. ഭൗതികമായ വിശാലതകളെ കുറിച്ച് മാത്രമായി നമ്മുടെ പ്രാർത്ഥന ഒതുങ്ങരുത്. And we should not be asking for the earthly expansions in our life. ദൈവമേ, നീ എനിക്ക് അവസരം തരണമേ, എനിക്ക് ഒരുപാട് അവകാശങ്ങളെ തരണമേ, എനിക്ക് വേണ്ടി വഴി തുറക്കണമേ എന്നുള്ള പ്രാർത്ഥന മാത്രമാണോ നമ്മുടെ അനുദിന പ്രാർത്ഥനയിലുള്ളത്? Are our prayers limited to things like, God, give me an opportunity, give me inheritance, or new ways in this world? ഹല്ലേലൂയ, സ്തോത്രം. ആർ യു റെഡി ടു ആസ്ക് ഫോർ സ്പ്രിങ്സ്? നീരുറവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? Are you ready to ask for springs and start praying for that? നമ്മുടെ ആത്മീകമായ ജീവിതം കൂടുതൽ കരുപിടിപ്പിക്കുന്നതിനും ശക്തിദായകമാക്കുന്നതിനും വേണ്ടിയുള്ള കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കാൻ തയ്യാറാണോ? Are we ready to ask for things which will strengthen our faith and help us grow more in him? നമ്മുടെ കർത്താവ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:38 വളരെ ചരിത്രപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് കർത്താവ് പറയുന്നുണ്ട്. In John 7:38, Jesus is saying a very historic statement. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദി ഒഴുകുമെന്നാണ് അവൻ പറഞ്ഞത്. He is saying, he who believes in me, as the scripture has said, out of his heart will flow living waters. അത് കർത്താവ് പറയുന്നത് വളരെ ഹിസ്റ്റോറിക്കൽ ഈവന്റിലാണ്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ കർത്താവ് നിന്ന് ജനത്തോട് പറയുന്ന വാക്കാണത്. And that he's saying in a very historic event, on the last day of the feast, he's declaring that. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഫ്രൂട്ട്ഫുൾനെസ്സിനു വേണ്ടി, ഗ്രോത്തിനു വേണ്ടി, സസ്റ്റൈനബിലിറ്റിക്ക് വേണ്ടി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. Today let us pray for fruitfulness, growth and sustainability. അടുത്തതായിട്ട് നമ്മുടെ ദൈവത്തിന്റെ ജനറസ് നേച്ചറിൽ നമ്മൾ വിശ്വസിക്കണം. Secondly, we should believe in the generous nature of our God. നോക്കണം, കാലേബ് ആ മകളുടെ ചോദ്യത്തിന്റെ മുൻപിൽ യാതൊരു ഹെസിറ്റേഷനും ഇല്ലാതെ അവൾക്ക് ചോദിച്ചതിൽ അപ്പുറമായി ഗ്രാന്റ് ചെയ്തതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. We see here how Caleb without any hesitation is granting to his daughter. നോക്കണം, അവൾ ഒരു ഉറവയെ ചോദിച്ചുള്ളെങ്കിൽ അവൾക്ക് വേണ്ടുന്ന രീതിയിൽ എല്ലാം അറിഞ്ഞവൾക്ക് നൽകുകയാണ്. She asked for just one spring, but he gave more than enough. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, ജീവിതത്തിന്റെ ആവശ്യങ്ങളുടെ മുൻപിലും നീ വഴികൾ കാണാതെ പകച്ചു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഓർക്കുക, യുവർ ഗോഡ് ഈസ് സച്ച് എ ജനറസ് ഗോഡ്. Today we must realize, even for the things in our life when we are afraid and not seeing any way, we should see our God is a generous God. നിനക്കുന്നതിലും അത്യന്തം പരമായി അവൻ തരും. He will give you more than what you ask and think. മത്തായി 7:11 പറയുന്നു, മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുമോ? In Matthew 7:11 it says, if a son asks his father മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? will he give snake instead of an egg? അങ്ങനെയെങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ കൊടുക്കും, എത്രയധികം നന്മകളെ കൊടുക്കും. If that's the case, how much more our heavenly Father will grant the Holy Spirit and blessings to his people. ഹല്ലേലൂയ. ലൂക്കോസ് 12:32 പറയുന്നു, ചെറിയ ആട്ടിൻകൂട്ടമേ നിങ്ങൾ ഭയപ്പെടേണ്ട, എന്റെ പിതാവ് നിങ്ങൾക്ക് തന്റെ രാജ്യം തരാൻ പ്രസാദിച്ചിരിക്കുന്നു. Luke chapter 12:32, Jesus says, little flock, don't be afraid, my Father will give you the kingdom of God. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, തന്റെ രാജ്യം നമുക്ക് ഷെയർ ചെയ്യുവാൻ മനസ്സ് കാണിച്ചിരിക്കുന്ന ദൈവം നിന്റെ ചെറിയ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടാൻ അവന് കഴിയില്ലേ? Today the God who is ready to share his kingdom with us, is he not enough to come to your problems as well? ഓ, നിന്റെ ചെറിയ നിരാശയുടെ അനുഭവങ്ങളെ ഹാൻഡിൽ ചെയ്യാൻ അവന്
കഴിയില്ലേ? Can he not resolve the small issues and sorrows you are going through? ഓ, അവന്റെ രാജ്യം നമുക്ക് തരാൻ അവൻ തീരുമാനിച്ചിരിക്കുകയാണ്. He has decided to grant his kingdom to us. അവൻ പ്രസാദിച്ചിരിക്കുകയാണ്. He's pleasing for that. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മോട് ദൈവാത്മാവ് ഇടപെട്ട ഭാഗം ചേർത്ത് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഇറ്റ് ഈസ് പോസിബിൾ. ഹല്ലേലൂയ. അവൻ വൻ കാര്യങ്ങളെ ദൈവജനത്തിന്റെ നടുവിൽ ചെയ്യും. വിശ്വസിക്കുക, വിശ്വസിക്കുക. ആത്മീകമായി എവിടൊക്കെ ഉദ്ധരിക്കപ്പെടണമോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. കുറവുകൾ ഏറ്റുപറയുക. ഹല്ലേലൂയ. സമ്പൂർണമായ സ്പിരിച്വൽ ലൈഫിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. നീ സാധാരണക്കാരിയാകല്ല, നീ സാധാരണക്കാരനാകില്ല. നീ സ്പെഷ്യലാണ്, നീ സ്പെഷ്യലാണ്. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതികളുണ്ട്. നിന്റെ കുടുംബത്തെ കുറിച്ച് പദ്ധതിയുണ്ട്. നിന്റെ തലമുറയെ കുറിച്ച് പദ്ധതിയുണ്ട്. നിന്റെ പ്രൊഫഷനെ കുറിച്ച് പദ്ധതിയുണ്ട്. ഇന്ന് പകൽ അതിനെയൊക്കെ പ്രവർത്തിപ്പാൻ ഈ ദൈവം ശക്തനാണ്. The lines which we said last time, can a nation be born in a day? Let us proclaim with faith. He has planned for your life, your family, for your children. Let us believe and pray in Him. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ നിന്ന് വലിയവ പ്രതീക്ഷിക്കുക. Let us expect great things from God വൻ today. കാര്യങ്ങൾ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുക. Let us expect great deeds from God today. Hallelujah. Don't be satisfied with the partial blessings. Don't be satisfied with partial blessings. ഓ, പിശാച് പറയും ഇനി കൂടുതൽ നീ ആഗ്രഹിക്കേണ്ട, നിനക്ക് കിട്ടത്തില്ലെന്ന്. ഹല്ലേലൂയ. എന്നാൽ അക്സയെ പോലെ ഹല്ലേലൂയ പാർഷ്യൽ ബ്ലെസ്സിങ്സിൽ ഒരിക്കലും സംതൃപ്തിപ്പെടാതെ അക്സയെ പോലെ ദൈവത്തോട് ചോദിപ്പാൻ, ജനറസ് ആയ ദൈവത്തോട് ചോദിപ്പാൻ ദൈവജനം തയ്യാറാകട്ടെ. The devil will tell you to be satisfied in partial blessings, but like us, Aksa, ask more and desire more from God. ഹല്ലേലൂയ. സ്തോത്രം. എന്തുകൊണ്ടാണ് അവൾ ചോദിച്ചത്? അവൾ ലാക്ക് ചെയ്ത കാര്യങ്ങൾ അവൾ ശരിക്കും മനസ്സിലാക്കിയത് കൊണ്ടാണ്. The reason she asked was because she understood the things she lacked. ഞാൻ പിന്നെയും പറയട്ടെ, നമ്മുടെ ലൈഫ് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആകാൻ ദൈവത്തിന്റെ കൃപ ആവശ്യമാണ്. ഹല്ലേലൂയ. ലാക്ക് ചെയ്യുന്നതിനും ഗ്രോത്തിന് തടസ്സമായി നിൽക്കുന്നതും തീർച്ചയായും മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോടത് പറഞ്ഞുകൊണ്ട് തന്നെ വേണം നാം അടുത്ത ഈ ആത്മീയ വിഷയത്തിലേക്ക് ദൈവകൃപ, ദൈവിക വിടുതലിന് വേണ്ടി ചോദിക്കുവാൻ. For us to grow and be fruitful in the Lord, we need that grace from God. Therefore, we should understand what we lack and remove every hindrance which is causing that. ഇതിന്റെ സ്പിരിച്വൽ പെർസ്പെക്റ്റീവിലൂടെ ഒന്ന് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. Let us go through the spiritual perspective. അനേകം ആളുകൾ രക്ഷിക്കപ്പെട്ടു എന്ന് വലിയ ശബ്ദത്തിൽ പറയും. There will be great sound which says many people have been saved, പക്ഷേ രക്ഷയുടെ സന്തോഷമില്ല. but they don't have the joy of salvation. സംസാരിക്കുമ്പോൾ ഭാവി പ്രതീക്ഷകളൊന്നുമില്ല. When they speak, they don't have a future or a hope for a future. ഇറ്റേണിറ്റിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല. They don't have a viewpoint for eternity. പ്രിയമുള്ളവരെ, നമുക്ക് തന്നിരിക്കുന്ന രക്ഷയുടെ സന്തോഷം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ളതായ ഏത് വലിയ സിറ്റിസൺഷിപ്പിനേക്കാളും ഈ ലോകത്ത് ലഭിക്കാവുന്ന മറ്റെന്തിനേക്കാളും വലുതാണ്. അതുകൊണ്ടാണ് രക്ഷയുടെ സന്തോഷമെന്ന് പറയുന്നത്. ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നുണ്ടോ? എൻ്റെ യേശു എന്നെ രക്ഷിച്ചു, അവൻ എന്നെ മുറ്റും രക്ഷിച്ചു, അവൻ എന്നെ മുറ്റും രക്ഷിച്ചു. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് അവൻ എന്നെ നിറച്ചു. ഇന്ന് പകൽക്കാലം ദൈവ പൈതലേ, പ്രതീക്ഷയറ്റവളായിട്ടല്ല, പ്രതീക്ഷയറ്റവനായിട്ടല്ല നീ മുൻപോട്ട് പോകേണ്ടത്. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് അവൻ നിന്നെ ചുറ്റിയെങ്കില്, അവൻ നിന്നെ നിറച്ചെങ്കില്, അതിനെ മുൻപോട്ട് ഇനിയും നടത്താൻ അവന് കഴിയും. കർത്താവിനോട് പറ, രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ എനിക്ക് കൃപ തരണമേ. ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, പക്ഷേ അതിന്റെ സന്തോഷം എനിക്കില്ല. ഓ, എനിക്കതിന്റെ സന്തോഷമില്ല. ഇന്ന് പകൽക്കാലം ഓവർവെൽമിംഗ് ജോയ്, ഹല്ലേലൂയ, ദൈവാത്മാവ് പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക് അവൻ പകരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം വിശ്വാസവും ശക്തിയും ഇല്ലാത്ത ജീവിതം. അർത്ഥമുണ്ടോ? If a Christian life without faith and strength, is there any meaning to it? ഹല്ലേലൂയ. നാം ചിന്തിക്കേണ്ട വിഷയമാണ്. It is something we should നമുക്ക് remember. ക്രിസ്തീയ ജീവിതമുണ്ട്, പക്ഷേ വിശ്വാസം കുറവാണ്, ശക്തിയും ഇല്ല. We have a Christian life, but we don't have faith or power.
ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവ് നിറയ്ക്കും. ചേട്ടാ സന്തോഷം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. അത് തന്നെ വലിയൊരു അതോറിറ്റിയിലുള്ളൊരു ജീവിതമാണത്. എൻ്റെ കർത്താവ് തൻ്റെ രക്തത്താൽ എന്നെ മുദ്രയിട്ടിരിക്കുകയാണ്. അവൻ്റെ രക്തം എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി വ്യക്തിപരമായി അവൻ ഊറ്റിക്കൊടുത്തതാണ്. അവൻ എന്നെ അത്രമാത്രം സ്നേഹിച്ചതാണ്. അവൻ എന്നെ പേർ ചൊല്ലി വിളിച്ചതാണ്. അവൻ്റെ രാജ്യം എനിക്ക് തരാൻ പോലും അവൻ പ്രസാദിച്ചിരിക്കുകയാണ്. അതിലുള്ള സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പൗലോസ് ലീഹ കൊലോസ്യ ലേഖനത്തിൽ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യത്തിൽ പൗലോസ് ലീഹ പറയുന്നൊരു കാര്യമുണ്ട്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. പൗലോസ്ലീഹയുടെ വെളിപ്പാട് ഓർക്കണം. ആരിലാണ്? നാം വിളിച്ചപേക്ഷിക്കുന്ന, നാം സേവിക്കുന്ന, നമുക്ക് വേണ്ടി ജീവനെ തന്ന, നമ്മെ കരുണയോടെ നോക്കുന്ന, ഭയപ്പെടേണ്ട ചെറിയ ആട്ടം കൂട്ടമേ എന്ന് പറഞ്ഞ, ഹല്ലേലൂയ, നിത്യതയ്ക്ക് അംശിയാക്കി തീർക്കാമെന്ന് പറഞ്ഞ, ഞാൻ മടങ്ങി വരും കലങ്ങണ്ട, ഓ ഞാൻ നിങ്ങളെ ചേർക്കുമെന്ന് പറഞ്ഞ, ഹല്ലേലൂയ, സ്തോത്രം, ആ കർത്താവിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. Paul in Colossians says, for in him dwells all fullness of the Godhead bodily. It is in Jesus who says, do not be afraid, do not be troubled. It is about him, Paul says. നമ്മൾ പ്രാർത്ഥിക്കുന്ന വെറുതെ അങ്ങ് ഏറിൽ പ്രാർത്ഥിക്കുകയല്ല. We are not just praying in vain. നമ്മൾ ഫാക്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. Our prayer is by understanding the facts. ഫാക്ട് മനസ്സിലാക്കിക്കൊണ്ടുള്ള സ്പിരിച്വൽ ലൈഫാണ്. And our spiritual life is by understanding these facts. അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. And in the 10th verse he's saying, you are complete in him who is the head of all principality and power. നോക്കണം, in him you have been made complete and he is the head over all rule and authority. In him you have been made complete and he is the head over all rule and authority. നമ്മൾ ഈ സന്ദേശത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരാൻ പോവുകയാണ്. We have come to the end stage of this message. ദൈവത്തിന്റെ വിടുതലിന്റെ തലം നമ്മുടെ നടുവിൽ അതിനുള്ള കളം ഒരുങ്ങി ഇരിക്കുകയാണ്. Our spiritual realm, a deliverance realm has been opened in our midst. എനിക്ക് ആത്മകണ്ണുകൾ കൊണ്ട് അത് കാണാൻ കഴിയുന്നുണ്ട്. I can see through my spiritual eyes. ആത്മികമായി ദൈവവചനത്തോട് പ്രതികരിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൽ ഇന്നുവരെ വെളിപ്പെടാത്ത ചിലത് ചെയ്യുന്ന ഒരു സമയമാണിത്. All who are ready to pray and respond through this message, God is going to do something extraordinary which he has never done before. സർവശക്തനായ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി നമ്മുടെ കർത്താവിൽ വസിക്കുന്നു. Almighty God's complete Godhead dwells bodily in Jesus. ഹല്ലേലൂയ. ഈ വായിച്ച വചനഭാഗത്തിലേക്ക് വേഗത്തിൽ ഒന്ന് മടങ്ങി വരികയാണ്. Let us come back to the verse which we read before. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും ഉറവകളെ കൊടുത്തു. Caleb gave her springs in the upper parts and the lower parts. And upper spring and lower spring എന്നാണ് പറയുന്നത്. And it says upper spring and the lower springs. Upper spring എന്ന് പറയുന്നത് heavenly blessings, spiritual gift and spiritual revelation. Upper springs means heavenly blessings, spiritual gifts and spiritual revelations. ഒന്നുകൂടെ പറയട്ടെ, upper spring അവൾക്ക് കൊടുത്തെന്ന് പറയുമ്പോൾ heavenly revelation, heavenly gift, all kind of heavenly blessings. Once more I want to say the upper springs means heavenly revelations, heavenly gifts and all types of spiritual blessings. എഫെസ്യ ലേഖനം 1:3 ഇങ്ങനെ പറയുന്നു, Ephesians 1 verse 3 it says, സ്വർഗ്ഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങളാലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. Blessed be our Lord Jesus Christ who has blessed us with every spiritual blessing in the heavenly places. നോക്കണം, സ്വർഗ്ഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങളാലും യേശുക്രിസ്തുവിലൂടെ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ദൈവം. We need to see that through Jesus we have been blessed through all the heavenly spiritual blessings. ഇതിന്റെ കാരണക്കാരനാണ് പിതാവായ ദൈവം. The reason behind this thing is the Father God. ഹല്ലേലൂയ, സ്തോത്രം. ആ ആത്മിക അനുഗ്രഹം അപ്പർ സ്പ്രിംഗ് അവൾ കൊടുക്കുകയാണ്. That spiritual blessings which is the upper spring. ഇതാണ് ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. This is what it means to receive beyond what we ask or think. ഇതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, first you shall seek
the kingdom of God, that all shall be added unto you. That is why Jesus said, seek first the kingdom of God and all these things shall be added unto അവന്റെ you. രാജ്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും അവന്റെ ഒരു നല്ല ദൈവ പൈതലായി ജീവിക്കാൻ സമർപ്പിച്ചേൽപ്പിച്ച് ദൈവവചനത്തിന് ആധാരമായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ ബാക്കി കാര്യങ്ങൾ പുറകാലെ വരുമെന്നുള്ളതാണ്. Means to first seek the kingdom and the righteousness of God and all these things will come back to you. ഇത് മനസ്സിലാക്കിയ കർത്താവ് ഡേവിഡ് പറയുകയാണ്, നന്മയും കരുണയും നിന്റെ ആയുഷ്കാലമൊക്കെയും ഹല്ലേലൂയ, mercy and goodness shall follow you ever. Understanding this, David says, mercy and goodness shall follow me all the days of my life. അവൾക്ക് ഒരു ഉറവ ചോദിച്ചപ്പോൾ ദൈവം കൊടുക്കുന്നത് ആത്മീയ അനുഗ്രഹവും ഭൗതിക അനുഗ്രഹവുമാണ്. When she is asking for one spring, God gave her the spiritual and the earthly blessings. ലോവർ സ്പ്രിങ്, താഴ്വരയിൽ കൊടുക്കുന്ന ഉറവ സിഗ്നിഫൈ ചെയ്യുന്നത് ദൈവത്തിൻ്റെ അസാധാരണമായ പ്രൊട്ടക്ഷൻ, അസാധാരണമായ പ്രൊവിഷൻ. അത് മാത്രമല്ല, നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള സകല കാര്യങ്ങളും അതിലൂടെ അവൻ നൽകുകയാണ്. The lower springs signify God's divine, extraordinary protection, preservation, and all our day-to-day needs. അപ്പോൾ നാം കർത്താവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ രണ്ട് കാര്യം ഒരുപോലെ അവൻ തരും. So when we come to the Lord, God gives us both these things. നമ്മുടെ ആത്മിക അനുഗ്രഹവും നമുക്ക് വേണ്ടുന്ന ഭൗതിക നന്മകളും അവൻ തരും. The spiritual blessings and the earthly blessings we need. ഇത് കേട്ടിട്ടും മനസ്സ് ഫ്രീസായിരിക്കുകയാണെങ്കിൽ nobody can help. If still our minds are frozen, nobody can help. ഇന്ന് പകൽക്കാലം മനസ്സുണർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയമാണ്. Let us awaken our minds and start praying. ഹല്ലേലൂയ. വേദപുസ്തകത്തിൽ ഒരുപാട് ഉദാഹരണമുണ്ട്. There are many examples in the word of God. ഇതെല്ലാം മനസ്സിലാക്കി ദൈവത്തിന്റെ വിടുതൽ പ്രാപിച്ച ചിലരുണ്ട്. And who have understood this and received deliverances from God. കൺക്ലൂഷനായിട്ട് ഞാൻ ഒന്ന് രണ്ട് പേരുകൾ മാത്രം പരാമർശിച്ച് നമ്മൾ വേഗത്തിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. In conclusion, I'll refer to some people and then pray. നമുക്കറിയാം, മർക്കോസ് 10:46 മുതൽ വായിക്കുമ്പോൾ ബർത്തിമായിയെ കുറിച്ച് നമുക്കറിയാം. We know about Bartimaeus about in Mark 10 chapter 10 verse ഹല്ലേലൂയ. അവൻ 46. ജന്മനാ കുരുടനായിരുന്നു. He was blind by birth. അവൻ ലോകത്തിലെ ഒന്നും കണ്ടിട്ടില്ല, He has not seen anything in this ഒന്നുമേ world കണ്ടിട്ടില്ല. and never seen anything. ആളുകൾ പറഞ്ഞുള്ള കേൾവിയേ ഉള്ളൂ കർത്താവിനെ കുറിച്ച്. He has only heard about Jesus through അവൻ വെറും people. ഭിക്ഷക്കാരനാണ്. He's a beggar. അവനൊരു വലിയ ഫാമിലിയിൽ ജനിച്ചവനാണ്. കണ്ണ് കാണാത്തവനായോണ്ട് അവനെ ആർക്കും വേണ്ട. He was born in a good family, but since he was blind, no one wants him. അങ്ങനെ അവന്റെ ജീവിതം പെരുവഴിയിലായി. That's how his life was on the പക്ഷേ streets. യേശുവിനെ കുറിച്ച് കേട്ട കേൾവി അവനിൽ വിശ്വാസമായി പരിണമിച്ചു. But the things he heard about Jesus started bringing faith in him. അവന്റെ മനസ്സിൽ അത് കയറി, ഈ കർത്താവിനെ ഒന്ന് കണ്ടാൽ, അവനുമായി ഒരു മീറ്റിംഗ് നടന്നാൽ എന്റെ കാര്യത്തിന് ഒരു പരിഹാരം ഉണ്ടാകും. A thought came in his mind, if I see this Jesus or meet him, my things will be solved. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കർത്താവ് അവൻ ഭിക്ഷയാചിക്കുന്ന ആ റോഡരികിൽ ഇരിക്കുമ്പോൾ ആ വഴിയിലൂടെ കർത്താവ് വരുന്നത്. That is when Jesus is walking by the street, he's sitting and begging. ആഗ്രഹിക്കുന്ന ദേഹിയ ദൈവം തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ് കേട്ടോ. God fulfills the flesh that satisfies. ഈ വചനങ്ങൾ കേൾപ്പിക്കുന്നത് വെറുതെ കേൾപ്പിക്കുകയല്ല, ജീവിതത്തിന്റെ ചില ശൂന്യതകളില് ഹല്ലേലൂയ നഷ്ടപ്പെട്ടെന്ന് കരുതിയത് ഇനി ഒരിക്കലും ലഭിക്കത്തില്ലെന്ന് കരുതിയത് വിധി എന്ന് കരുതി ജീവിതത്തെ നയിക്കുന്ന ജീവിതങ്ങളോട് ആത്മാവ് വചന വെളിപ്പാടിൽ പറയുന്നു, ബർത്തിമായിയെ പോലെ നീ കരയാൻ തയ്യാറായാൽ, നീ നിലവിളിക്കാൻ തയ്യാറായാൽ, അവനിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ട് നീ നിലവിളിക്കുമെങ്കിൽ നിനക്ക് വിടുതലാണ്. The word of God is saying, if you cry like Bartimaeus, he's going to come down to you and give you all you need and deliver you from your problems. ഇന്ന് പകൽ കർത്താവ് അത് ചെയ്യും. Today the Lord will do that ഈ for you. ശുശ്രൂഷയിൽ അത് ചെയ്യും. In this service he'll do it for you. ദൈവസന്നിധിയിൽ വിശ്വസിക്കുക. Can we believe in him? ശിഷ്യന്മാര് പോലും പറഞ്ഞു, ഒരു ഭിക്ഷക്കാരൻ സൈഡിലിരുന്ന് നിലവിളിക്കുന്നു, അവനെ ശാസിച്ച് അമർത്താൻ നോക്കിയില്ലേ? Even the disciples tried to rebuke and tell him to keep quiet. ഇന്ന് പകൽക്കാലം നിന്റെ നിലവിളിക്ക് ഇവിടുത്തെ ടൈം ഒരു ഫാക്ടർ ആവരുത്, തടസ്സമാകരുത്. Today for your Christ this time or anything നിന്റെ cannot be a ക്ഷീണം ഒരു limitation. തടസ്സമാകരുത്, നഷ്ടമാണ്. Let your life never be a limitation. ഹല്ലേലൂയ. for us. ദൈവാത്മാവ് നിന്നെ ഉദ്ദീപിച്ചുകൊണ്ട് നിലവിളിക്കുവാൻ പറയുമ്പോൾ, ദൈവത്തോട് ചോദിക്കുവാൻ പറയുമ്പോൾ, കരയുവാൻ പറയുമ്പോൾ, അധികമായി വ്യർത്ഥമായി നിലവിളിച്ചെന്നാണ് അവനെ ശാസിച്ചപ്പോൾ അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. അങ്ങനെ നിലവിളിക്കാൻ നീ തയ്യാറാകൂ. ദൈവപ്രവൃത്തി നിന്റെ സമീപത്തുണ്ട്. എന്താണ് അവന്റെ നിലവിളിയിലൂടെ സംഭവിച്ചത്? യേശു അവിടെ നിന്നു. യേശു അവിടെ നിന്നു.
യേശു അവിടെ നിന്നു അവനെ അരികെ വിളിച്ചു, അവന് കാഴ്ച തിരികെ കൊടുത്തു. അവൻ സർവത്തിന്റെയും ഉടയവനാണ്, സകല അധികാരവും അവന്റെ കയ്യിലാണ്. കാഴ്ച, കേൾവി, ലോകത്തിൽ എന്തെല്ലാം ഉണ്ടോ അതിന്റെ ഉടയവനാണ് നമ്മുടെ ദൈവം. അവൻ അവന്റെ കാഴ്ച തിരികെ കൊടുത്തു. ഇന്ന് പകൽ എന്തൊക്കെ ലാക്കിയുന്നുണ്ടോ, എന്തൊക്കെ കാര്യങ്ങളാണ് നിന്റെ പരാതിയായും വേദനയായും പരിഭവമായും ഹൃദയമീറ്റലായി നിൽക്കുന്നത്, അതിന്റെ മേൽ ദൈവാത്മാവ് ഇടപെടാൻ സർവസജ്ജമായി ഈ വചനത്തിന്റെ വെളിപ്പാടില് അവൻ പ്രസാദിച്ച് ഇറങ്ങി പ്രവർത്തിക്കുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കട്ടെ. ഏറ്റവും അധികം നിലവിളിച്ച നിലവിളിയുടെ മുൻപിൽ ദൈവം മൗനമായി നിന്നില്ല. 12 വർഷം രക്തസ്രാവം ഹല്ലേലൂയ ജീവിതം തകർന്ന് ഉള്ളതെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും ഒരു വിടുതലുമില്ലാതെ മരണം കാത്തു കിടന്നവള് യേശു അതുവഴി പോയപ്പോൾ അവൾ എഴഞ്ഞ് അവന്റെ അടുക്കലേക്ക് ചെന്നില്ലേ. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവാത്മാവ് തന്റെ സർവ മുഴുമഹത്വത്തോടും കൂടെ ഇവിടെ നമ്മുടെ മധ്യത്തിൽ പ്രവർത്തിക്കുകയാണ്. ദൈവമൈതലേ, നിന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതേ ആത്മാവിന്റെ ശക്തി നിന്നെ ഒരു വിടുതലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, ഒരു മാറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. നിന്റെ സാഹചര്യങ്ങളിൽ അടർക്കാല ശബ്ദല പ്രൗഢരാജലക ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് പകൽക്കാലം ഓർക്കണം, കാലേബിനേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. അവൾ ചോദിച്ചത് ഇരട്ടിയായി ആ കാലേബ് കൊടുത്തെങ്കിൽ അതിനേക്കാൾ അവനോട് തുല്യത പറയാനൊക്കാത്ത നമ്മുടെ കർത്താവ് ഇന്ന് വിടുതലിന്റെ ദൈവമായി നിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കുകയാണ്. ഓടെ രേഖേ ദൈവജനം ആരാധിക്കട്ടെ, ദൈവജനം പ്രാർത്ഥിക്കട്ടെ, ദൈവജനം സങ്കടങ്ങൾ ദൈവത്തോട് പറയട്ടെ. ഓരേ മേഖലോ ഒരു പ്രവൃത്തി അവൾക്കൊള്ളി വാഗ്ദത്തം മാത്രമേ ഉള്ളായിരുന്നു. തന്റെ ഉദരത്തിൽ കൊടുത്തിരിക്കുന്ന കുഞ്ഞ് അവനൊരു വലിയ വ്യക്തിയാകും, മാനവരാശിയുടെ രക്ഷകനാകുമെന്നുള്ള ദൂതേ ഉള്ളൂ. 30 വയസ്സ് വരെയും അത് വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ കാനാവിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് കർത്താവ് തന്റെ പ്രവൃത്തി തുടങ്ങിയപ്പോൾ ഓർക്കുക, വിശ്വസിച്ച മറിയ, ദൈവപ്രവൃത്തി കാണാൻ കാത്തിരുന്ന മറിയ ഇന്ന് ദൈവമൈതലേ മറിയയെ പോലെ വിശ്വാസത്തിൽ ഉറച്ചുകൊണ്ട് ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, ദൈവപ്രവൃത്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, കൽപ്പിക്കട്ടെ, ആത്മാവിന്റെ ബലത്തിൽ കൽപ്പിക്കട്ടെ. ദൈവാത്മാവ് വലിയവ ചെയ്യുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വലിയവ ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമൈതലേ, നീ ഓർക്കണം, ഏലിയാവ് ഹല്ലേലൂയ കർമ്മേലിന്റെ മുകളിൽ നിന്ന് ഒരു കാർമേഘത്തിന്റെ പൊടി പോലും കാണാനില്ലാത്തപ്പോഴും വിശ്വാസത്തോടെ തന്റെ ദാസനെ ഹല്ലേലൂയ സ്തോത്രം കടലിന്റെ മുഖത്തേക്ക് പറഞ്ഞയച്ചു. ഹല്ലേലൂയ. ആദ്യവും രണ്ടാമതും ഒന്നും അത് കണ്ടില്ല. ഇന്ന് മുതൽ നീ നോക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം മൂന്നാമതവൻ കണ്ടത് കൈപ്പത്തി പോലൊരു മേഘമാണ്. ആദ്യത്തെ 2 പ്രാവശ്യവും കണ്ടില്ല. ഇപ്പം നീ നോക്കുമ്പോഴും ഒന്നും നിനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ദൈവസഭയെ ഓൺലൈനിൽ ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നവർ ഹല്ലേലൂയ ഇത് കേൾക്കാനുള്ളവരോട് വളരെ വ്യക്തമായി പറയുന്നു, ഒന്നും നിനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും your God is almighty God, your God is a creator, your God is a creator, your God is a creator. Hoda baba rabakaba arwa salama ratula khambara arkamana gadagaragasiyala. Oh hallelujah, hallelujah, hallelujah. Rabachamana gadagaragadinadiya അർത്ഥലാദകരകടൽ ക്രോഡകസ്യാല. ഓ ചില പ്രവർത്തികൾ നടക്കുന്നു.
ചില വീര്യപ്രവൃത്തികൾ നടക്കുന്നു. പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവപ്രവൃത്തി 12 വർഷമായി രക്തസ്രാവക്കാരിയെ ഹല്ലേലൂയ മരണം കാത്തുകിടന്നവളെ ആരോഗ്യമുള്ളവളാക്കി, ബലമുള്ളവളാക്കി, ഹൈലി പൊട്ടൻഷ്യൽ ഉള്ളവളാക്കി മാറ്റിയ ദൈവപ്രവൃത്തി ആയുസ് മുഴുവൻ കണ്ണു കാണാൻ കഴിയാതെ കുരുടനായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവന് കാഴ്ച മടക്കി കൊടുത്ത ദൈവം ചില വിധിയെഴുത്തുകളെ, ശത്രു എഴുതിയ ചില വിധിയെഴുത്തുകളെ ഈ പകൽ വായിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി അവന്റെ കരം ഇടപെടുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി അവന്റെ കരം ഇടപെടുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വിടുതലിന്റെ പ്രവർത്തികൾക്കായി വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ട്. ഓറാ ബാബാ ഹലാറാഷ തിരാ ബാബാ രേഖേ മാനാ അടര ഖൽവറ ശതല ബൗഡബരബ ഓ ശാധാരാ ധാരാ തേരാ രേരാ ഓറാ ധാരേ രേ 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 റാ 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 ശാധേ ഖേരേ രേ ഖേരേ രേ ഓ ശാധര ബാബാ റാ ബാബാ ബാബാ റഖൽ ബാറാ ഓ ശാറാ ലാ ബാബാ ഖബറാ രേ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. റഖല റബ്ബന റബ്ബന ദുഡാരാ ലാ റബ ശാറാ. ഓ ഹല്ലേലൂയ, Oh, most loving Father, we thank you for this blessed time, Lord, for your blessed message, Lord Jesus, where you want us, Lord, to be strong in your faith, Lord. Make us unwavering in faith, Lord Jesus, to believe who you are, Father, the ways you have brought us through, Lord, not the things which we see ahead of us, but the ways you have brought us, Lord. We come to you with a heart of repentance, and we accept there are things we lack in our lives, Master. Show us these days so that we may grow and be more fruitful in you, Lord. Once again, we commit our lives and the rest of the time into your hands. Thank you, Lord, for hearing our prayers. In Jesus' name I pray. Amen. കരങ്ങൾ അടിച്ച് കർത്താവിന് വീണ്ടും മഹത്വം